ജമാഅത്ത് ഒന്ന് പുതിയതായി ഉണ്ടാക്കിയപ്പോ ആലിമീങ്ങൾക്ക് തന്നെ തെറ്റിദ്ധാരണ കുടുങ്ങിയപ്പോ ആ ധാരണ തിരുത്താൻ വേണ്ടി തെളിവായിട്ട് എഴുതിയ ഗ്രന്ഥമാണ് എന്ന് തബ്ലീഗുകാരൻ അംഗീകരിക്കുക. അപ്പൊ അതൊരു പുതിയ പാർട്ടിയാണ് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളത്? ചിലര് പിന്നെ തുറന്ന് പറയും. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ നേതാവ് പ്രസംഗിക്കുന്നുണ്ട്. പല പ്രസ്ഥാനം മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ശരി, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന, പാരമ്പര്യം അവകാശപ്പെടാൻ ശരിക്കും കഴിയുന്ന ആളുകൾ അത് എന്തായിരുന്നാലും സുന്നികൾ മാത്രമാണ്. മറ്റുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അജണ്ട വേറെയാണ്, ജമാഅത്ത് ഞങ്ങളുടെ അജണ്ട വേറെയാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു വരുന്ന ആളുകൾ അതുള്ളത് സുന്നികൾ മാത്രമാണ്. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് വെട്ടിത്തുറന്ന് പറയുന്നൊരു അന്തരീക്ഷം ഉണ്ടായാൽ പിന്നെ നമുക്ക് നമ്മളെന്നാണോ പാരമ്പര്യമെന്ന് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കീലത്ത് കാലറിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നു, കാശ്മീരിലൊക്കെ പോയിട്ട് അങ്ങനെ കടന്നുറങ്ങിയാൽ നേരം വെളുത്ത് നീച്ച് നോക്കി ആദ്യം ചെയ്യേണ്ടത് തല തപ്പി വെക്കുകയാണ്. എന്തേ മുസ്വാക്ക് ചെയ്യാൻ ചിലപ്പോൾ തല ഉണ്ടാവൂല കാശ്മീർ പോയി കടന്നാലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ പാരമ്പര്യത്തിന് ആൾക്കാരാണോ പുതിയവരാണോ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ളവർ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു തരികയാണ് പാരമ്പര്യത്തിന്റെ ആളുകൾ എന്തായിരുന്നാലും അത് സുന്നികൾ തന്നെ. എന്നിട്ട് തുറന്നു പറയുന്നു ജമാഅത്ത് ഇസ്ലാമി അതൊരു പുതിയ പാർട്ടി തന്നെയാണ്, അതൊരു പുത്തൻ പ്രസ്ഥാനമാണ്. അതുപോലെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഓരോ ഭാഗത്തിന് വിട്ടിട്ട് നമുക്ക് ഇതിന് മാത്രം കേന്ദ്രീകരിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ. സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം സംരക്ഷിക്കുക, മുസ്ലിം സമൂഹത്തിന്റെ മുൻഗാമികളുടെ പാരമ്പര്യം സംരക്ഷിക്കുക. മതി ചായ വാങ്ങിക്കൊടുക്കേണ്ട വർത്താനങ്ങൾ ആലോചിക്കാണി. നമ്മളെന്തിനാ അധികം പണിയെടുക്കണം? കാരണം പാരമ്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് സുന്നികൾ ചെയ്യുന്ന ഏർപ്പാടാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമി നേതാവ് പറയാണ്. ഇനി ഒന്നുകൂടി മുപ്പരാണ് പറഞ്ഞ സംഗതി വൃത്തിയായി. ഏതാ? ജമാഅത്ത് ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനമാണ്. അതിന് പറയേണ്ട ആവശ്യമില്ല, വിഷയം തിരിയും. എന്നാലും അതിന്റെ സീനിയർ നേതാവിന് ടി കെ അബ്ദുള്ള പറയും, അയാൾ പറയുന്നുണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, ജമാഅത്ത് ഇസ്ലാമി പുതിയതോ പഴയതോ ഞാൻ ഉറപ്പിച്ചെന്നെ പറയാണ്, ജമാഅത്ത് ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനം തന്നെ. കേട്ടോട് പറയുന്നു. ഭാരത്തെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനമാണ്, അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. ഇത് ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. മതി, ഞാൻ തജ്ദീദി പ്രസ്ഥാനത്തിന് വിശദീകരിക്കുകയാണ്. വെട്ടിത്തുറന്ന് പറയാൻ ഒരാരോപണമായിട്ടാണ് ആളുകൾ ഇതിനെ കാണല്. ഇത് ജമാഅത്ത് ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനമാണ് എന്ന് ആരോപണമായിട്ടാണ് പറയുന്നത്. ഞാൻ തുറന്നെ പറയാം, ആരോപണമൊന്നുമല്ല, ജമാഅത്ത് ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം തന്നെയാണ്. പണ്ടൊരുത്തൻ ഹോട്ടലിൽ കയറിയിട്ട് മുരട്ടം പോരാട്ടം എന്ന് രണ്ടാമത്തെ പോരാട്ടം ചോദിച്ചപ്പോൾ അങ്ങനെ തിന്നപ്പോ ഒരു സംശയം ഉണ്ടാകും, ഇത് പയം പോരാട്ടയാണോ. പെട്ടെന്ന് ചൂടായാൽ ചിലപ്പോൾ വിഷമായെങ്കിലും ചോദിച്ച് സപ്ലൈറെ വിളിച്ചിട്ടോ പിന്നെ ഇപ്പം രണ്ടാമത് കൊടുന്ന പോരാട്ട പഴയ ഇന്നലത്തേതാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ എടുത്തേക്ക് കൊണ്ടുവന്നോ പറയാം, നിങ്ങൾക്ക് സംശയമുള്ളൂ, എനിക്ക് ഉറപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ അവരോട് പറയണം? നിങ്ങൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനാണോ എന്നൊരു ആരോപണമായിട്ട് ആൾക്കാർ കാണൽ. ഞാനത് ഉറപ്പിച്ച് പറയാം, അതൊരു പുത്തൻ പ്രസ്ഥാനം തന്നെയാണ്. കൂട്ടരെ ലേശമൊക്കെ പടച്ചോനെ പേടിയും മരിക്കും എന്നുള്ള ചിന്തയും ഉള്ള ആളുകൾക്ക് ഇബറത്തിന് വേണ്ടി അള്ളാഹു തആല കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് അങ്ങനെ ചില ഹിക്മത്തുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എന്നാലും ഞാൻ നന്നാവൂല മൂല്യരേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരേ പടച്ചോനെ കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നസമ വൽ ബസ്റ വൽ ഫുഅദ കുല്ലു ഉലൈക കാനനകും മസ്ഊല എന്ന് പറഞ്ഞു. പച്ചയിൽ പറയാ പുത്തമസ്ഥാനാണ്. മുജാഹിദിനെ പറ്റി പിന്നെ ഞാൻ പറഞ്ഞ് ക്ലിപ്പറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അത് എല്ലാവർക്കും പേര് വെക്കുമ്പോൾ തന്നെ തിരിയും. ഐറ്റങ്ങൾ അങ്ങനെ തന്നെയാണ്. അതാണെങ്കിൽ ഞാൻ പേർക്കത് കുറച്ചിട്ട് ഇട്ടുവരും തരാം. കാരണം അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചടക്കം
പറയുന്നത് സാധാരണ മനുഷ്യനേക്കാളും അപ്പുറത്താണ്. സാധാരണ മനുഷ്യന്നൊക്കെ കുറെ മുജാഹിദ് പറഞ്ഞ് നമ്മൾ കേട്ടിക്കണം അല്ലേ? അറിയിച്ചൊക്കെ നിങ്ങൾ സാധാരണ മനുഷ്യന്റെ കേൾവിയും കാഴ്ചയും മാത്രം ഉണ്ടാകുന്നുള്ള ഡോക്ടർ ലേഖനം നമ്മൾ വായിച്ചിക്കണം. അതിന് പുറമെ അറബി പയ്യെന്ന് പറഞ്ഞിട്ട് അക്ബർ പ്രസംഗിച്ച് നമ്മൾ കേട്ടുക്കണം. അതിൻ്റെ ഒക്കെ പുറമെ സാധാരണ പച്ചയായ മനുഷ്യനാണ് നമ്മളെ മറ്റേ ബാലുശ്ശേരി പറഞ്ഞ ഓരവുണ്ടല്ലോ, ഒരു തീവ്രവാദി മുജാഹിദ്, ഇയാൾ പച്ചയായ മനുഷ്യൻ മൂപ്പരും പറഞ്ഞു. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. പിന്നെ ഒരു ഗുരുത്തക്കേട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗുളിക മോലിയും പറഞ്ഞു. അതിന്റെ ഒക്കെ പുറമെ സലാഹുസല്ലിംക്ക് വന്നിട്ട് പറഞ്ഞെന്താ നിങ്ങള്, അതും ഒരു പക്ഷമാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ കഴിവില്ലേനു മുഹമ്മദ് നബിക്ക് വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന. അപ്പൊ അങ്ങനെ പറഞ്ഞുള്ളൂ, കുറച്ച് ഞാൻ വേണമെന്ന് തോന്നും. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ കഴിവ് പോലും ഇല്ലായിരുന്നു ആർക്ക്, മുഹമ്മദ് നബിക്ക് എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ കഴിയും. ഇന്ന് അബ്ദുസ്സലാം സ്വല്ലമി പറയുമ്പോൾ ആ പാർട്ടി പിന്നെ പഞ്ഞ് പുതിയതാണോ അത് പേച്ചതാണോ എന്നുള്ളത് പിന്നെ നമുക്ക് ചർച്ചക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവൂലല്ലോ. നമുക്ക് കഴിയുമെങ്കിൽ അതുകൂടി ഒന്ന് ഇട്ടുകൊടുത്തളി. നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ സാധാരണ കഴിവുള്ളൂ എന്നതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ നൂറുകണക്ക് സംഭവത്തിരിക്കാൻ കഴിയും. സാധാരണക്കാരന്റെ കഴിവും കൂടി ഇല്ലാതെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. എവിടുക്കാപ്പി പോക്ക് അതേതായാലും പുറത്തെ കൊത്തമ്പാലിക്കാൻ ഉറപ്പ് തന്നെയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ അത് അങ്ങനെ. പിന്നെ ഇനിയിപ്പോ തബ്ലീഗ് ജമാഅത്തോ അതിന് വ്യത്യാസമുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെ മിക്കവാറും ആൾക്കാർ എതിർക്കാത്ത എന്തോടാ നിങ്ങൾ, അവരെ സാധുത്തരം കണ്ടുകൊണ്ട് മാത്രമല്ല, പിന്നെ ഒന്ന് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആകുമ്പോൾ അവരെ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ കുറേ ഉണ്ട്. മാത്രമല്ല പ്രസംഗങ്ങളും കുറേ ഉണ്ട്. ആ കൂട്ടത്തിലാളിപ്പോൾ ക്ലിപ്പും കൂടി ഇറങ്ങി. ക്ലിപ്പും കെട്ട് ഇറങ്ങിയോട് കൂടെ പിന്നെ മുജാഹിദീങ്ങളും ജമാഅത്തുമാണ് കുഴഞ്ഞേക്കുകയാണ്. യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോൾ ഈച്ച വട്ടിനീരണ മാതിരി ഇതിറങ്ങിയോടുകൂടെ ഐറ്റുകൾ പറ്റ കുഴങ്ങിക്ക് തന്നെയാണ്. കാരണം ഈ ജാതി നേർക്കുന്നേരം കേൾക്കല്ലേ. ഈമാ കുറച്ചുള്ള മനുഷ്യന്മാരെങ്ങനെ ഇവരെ കൂടെ നിൽക്കും? ഇവിടെ ആലോചിച്ച് നോക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും ഒക്കെ പ്രസംഗത്തിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ തനിതരം മനസ്സിലാക്കാൻ കഴിയും. തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ വാഗ്വാദങ്ങൾക്കൊന്നും സ്റ്റേജിൽ വരാറില്ലായിരുന്നു. പ്രസിദ്ധീകരണങ്ങൾ അധികമൊന്നും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് അവരുടെ ആശയങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വെച്ച് പ്രസിദ്ധീകരണങ്ങൾ എഴുതി വെച്ചത് ഉറുദുവിലാണ്. നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ മലയാളത്തിൻ്റെ അപ്പുറം ഒരു ഭാഷ പഠിക്കുന്ന പരിപാടി നമുക്കൊട്ട് ഇല്ലേ. ഇപ്പൊ കുറച്ചായിട്ടാണ് ഗൾഫോടൊക്കെ ഏഷ്യൻ തേശ് അഖബാറും കുറേയൊക്കെ ക്യാബച്ചായത്തെ ഒത്തച്ചാൻ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാർ ചെന്നൈക്കും വേറെ കുറച്ച് മദ്രാസിക്കും വേറെ കുറച്ച് ആൾക്കാർ ബാംഗ്ലൂരിക്കൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചൊക്കെ അച്ച ബൗത്തച്ച പറയാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 100 റുപ്യ ട്രെയിനിനാണ് കൊടുത്താൽ നമ്മളെ ഭാഷന്റെ എല്ലാ പവറും കഴിയും. പരപ്പനവേണി തന്നെ കയറിയിട്ട് മംഗലാപുരത്തിൽ എത്ര വരെ ചാറ് കൊണ്ട് പൊറാട്ട കൊണ്ട് ചോറ് കൊണ്ട് എന്നൊക്കെ ട്രെയിനിന് പറയും. ഒരുറക്കുറങ്ങിയാൽ നീച്ച് പിറ്റേ ദിവസം ആന്ധ്രയിലെത്തിയിട്ടുണ്ടെങ്കിൽ ചാറ് എന്ന് പറഞ്ഞാൽ നാരെണ്ണ വരിക, ചോറ് എന്ന് പറഞ്ഞാൽ പോലീസാ വരിക. കാരണം കള്ളനായിക്കണം അർത്ഥം, സംഗതി മാറിയിരിക്കണം. അപ്പൊ ഈ ഭാഷ മാറ്റം കൊണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറുദു കിതാബിലായതുകൊണ്ട് നമ്മളെ ആളുകൾക്കൊന്നും അത് വേണ്ടതുപോലെ അറിയില്ല. അപ്പൊ പിന്നെ അഥവാ തബ്ലീഗ് ജമാഅത്ത് പെച്ചതാറിന് പിന്നെ പ്രസംഗിച്ചാൽ എന്തേ മൂല്യരെന്ന് ഒരാൾ സംശയം ചോദിച്ചാൽ പറയാൻ കിട്ടൂലല്ലോ. നമ്മക്കാണെങ്കിൽ മുജാഹിദിന്റെ മാതിരി ഒരു ഉപചോദ്യം ഒരു ചോദ്യം അതിൻ്റെ അപ്പുറം സംശയം ഉണ്ടെങ്കിൽ ഫീക്കല് ശിർക്കാന്നും പറഞ്ഞിട്ട് നമ്മക്കങ്ങനെ പറ്റൂലല്ലോ. അത് ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പരിപാടിയാണ്. അതേ സമയത്ത് സംശയം തീരുന്നവരെ ചോദിക്കണം. അപ്പൊ അപ്പുറം ഇപ്പുറം വിശദീകരിക്കാത്ത രീതിയിൽ നമ്മൾ പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരുപാട് ആലിമീങ്ങൾ മൗനം ദീക്ഷിച്ചു. അപ്പൊ അത് മനസ്സിലാക്കി ചില ആൾക്കാർ അതെന്താ അറിയോ,
തബ്ലീഗിന് ആ മൂല്യം എതിർക്കണില്ലല്ലോ. മൂല്യം പ്രസംഗിക്കുമ്പോൾ തന്നെ മുജാഹിദ് ജമാഅത്ത് എന്നേ പറയുന്നുള്ളൂ, തബ്ലീഗിന് പറയണില്ല. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയല്ല, അവരെ പ്രസിദ്ധീകരണങ്ങൾ ഉറുദുവിലായതുകൊണ്ട് അതുമായി ബന്ധം കിട്ടാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് സമസ്ത കേരളമയോ അന്ന് ഉറുദു ഗ്രന്ഥങ്ങൾ വെച്ച് പഠിച്ചതാണ്. എന്നിട്ട് ആ തീരുമാനം വന്നത് വിദഗ്ധത്തിന്റെ കക്ഷിയാണ്, പേച്ചതാണ്. പക്ഷെ അതിൽപ്പെട്ട ഒരുപാട് ഉദ്ധരണികൾ വായിക്കേണ്ടതുണ്ട്. അതൊക്കെ വായിക്കുമ്പം ആദ്യമൊക്കെ ഹേ ഹീ എന്നൊക്കെ രസം തോന്നും. കുറച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറ് തോന്നും. അതുകൊണ്ട് അധികം ഞാൻ വായിക്കണില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൊട്ടേഷൻസ് ഞാൻ വായിക്കാൻ. കാരണം ഉറുദൂര് അവർ എഴുതി വെച്ചതാവുമ്പോൾ ഈ തബ്ലീഗിൻ്റെ ഒപ്പം ഇങ്ങനെ 12 ദിവസം 40 ദിവസം പോയ ആൾക്കാരിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഓർക്ക് സത്യത്തിൽ തബ്ലീഗുകൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം ഓർക്ക് അറിഞ്ഞോളന്നില്ല ഇത് ഇങ്ങനെ പ്രസ്ഥാനമാണെന്നുള്ളത്. ഓരിങ്ങനെ 10-28 വയസ്സായി, ഇതിനെ മകളെ കെട്ടിച്ചിട്ടില്ല, കെട്ടിക്കാൻ കൂടവരും വന്നിട്ടില്ല, ഇതിനെ കെട്ടിച്ചാത്തോണെങ്കിൽ അഞ്ചത്തിനെ കെട്ടിച്ചാനും വെച്ച അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നാഷണൽ പെർമിറ്റ് ലോറി പോകണം. അവളെ കുട്ടിയൊക്കെ എന്തൊക്കെയാണ് പുതിയാപ്പുണ്ട്, 2ാം ഘട്ടമാണ്, എന്നാലേക്കോട്ടെ മൈസൂർക്കാണ്, 10 പവൻ്റെ പണ്ടും വേണ്ട, ആകെ ഒരു 2 പവൻ്റെ പണ്ട് 16 റുപ്യ മതിയപ്പോൾ എന്നാൽ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കൈ കൊടുത്ത്. അതിനിപ്പോൾ അൽബിയാക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. കാരണം അവസാന കാലത്ത് ഇവർ പുതിയാപ്പുള്ളപ്പോൾ പോയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും വിചാരിച്ചു. ഇയാളാണെങ്കിൽ ഒന്ന് നോക്കുമ്പോൾ 4 ദിവസം പള്ളിയിൽ നിന്ന് നീച്ചാത്ത പുതിയാപ്പളി, ബാങ്ക് കൊടുക്കാനും അടിച്ചേരാനും തുടച്ചോത്താനും മോശങ്കാക്ക നീച്ചതിന്റെ മുമ്പ് താജുദിന്റെ വാങ്ങും കൊടുത്ത് മൂപ്പരിറങ്ങാൻ. എൻ്റെ ഒരു മരുവന് ഇതുപോലല്ല. ആലോചിച്ചോക്കാണ് നിങ്ങൾ. ഒരു കുട്ടിയാടായി കുറച്ചാലൊക്കെ നിന്ന് പിന്നെ കണ്ടാണ് കാണാതെയാണ്. പിന്നെ തപ്പി നോക്കുമ്പം ബാപ്പാന്റെ പാക്കറ്റത്തെ കായും കൊണ്ടേക്കാണ്, ഇവളെ മകന്റെ മാലും കൊണ്ടേക്കാണ്, അമ്മായിമ്മ എടുത്ത ചവും കൊണ്ടേക്കാണ്, ഒന്നായിട്ട് മുങ്ങി. പിന്നെ എവിടെയല്ലേ തപ്പ്, അഡ്രസ്സും ഇല്ലല്ലോ. എന്ന മാതിരി ഈ കള്ളുടി കുടുങ്ങി, പെണ്ണുപിടി കുടുങ്ങി, കച്ചറി കുടുങ്ങിയിട്ട് ഇങ്ങനെ കൊടുങ്ങി കിടക്കുന്ന ആൾക്കാർ ഈറ്റങ്ങളെ പൊക്കിക്കൊണ്ടിട്ട് പഠിച്ചോനെ ഒരു മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്നില്ലേ. അത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, ആളുകളതിൽ കുടുങ്ങിപ്പോവുകയാണ്. പക്ഷെ ഇതെങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അഞ്ചത്തിനെ കാണിച്ച ചോർക്കൊണ്ട് ഏട്ടത്തിനെ കെട്ടിച്ചാണ്. അവിടെ നഗരാറ് ഈറ്റകളങ്ങനെ കൊണ്ടുനടന്നിട്ട് നേരെ ബിദഅത്തിലേക്ക് എത്തിക്കുകയാണ്. ആ എത്തിക്കുന്ന കോലാണ് ഞാൻ പറയണത്. ദീനി ദഅവത്ത് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് അവരുടെ തബ്ലീഗ് ജമാഅത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം ദൈവബന്ധു ദാറുൽ ഉലൂമാണ്. വിനീതനായ ഞാൻ ഇവരെ പറ്റി പഠിക്കാണമെന്ന നിയത്തോടെ തന്നെ അവിടെ പോയതുമാണ്. അങ്ങനെ അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് സംശയം ചോദിച്ച് അവരുടെ ബുക്ക് സ്റ്റാളിലൂടെ നടന്ന് അവരോട് തർക്കിച്ച് ഞാൻ തന്നെ വാങ്ങി 3-4 ആവർത്തി അവിടെ വെച്ച് വായിച്ച് സംശയം തീർത്ത ഗ്രന്ഥമാണ് ഇപ്പം നിങ്ങൾ മുമ്പിൽ ഞാൻ വായിക്കണം. ഇത് ആധികാരികമായിട്ട് തന്നെ പറയാൻ. കാരണം ഇവരെ ടോപ്പ് നേതാക്കന്മാരെ കൂടി ചർച്ച നടത്തിയ ഒരു അനുഭവം കൂടെ ഉള്ളതുകൊണ്ട് ആ വെളിച്ചത്ത് ഞാൻ പറയുകയാണ്. സത്യത്തെ തബ്ലീഗ് ജമാഅത്തിനെ ഒന്നും ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിച്ചതല്ല, വിമർശിച്ചിട്ടില്ല. എൻ്റെ പറ്റ പദവി സക്കാവിസ്താദക്കളുടെ സമയത്ത് ഞാൻ മർക്കസിലുണ്ട്. നമ്മളെ ഈ സക്കാവിസ്താദക്കളെന്ന് ഞാൻ മർക്കസിലുണ്ട്. മർക്കസ് ചെറിയ ക്ലാസ് മുതലേ ഞാൻ പഠിച്ചു വരികയാണ്. 4ാം ക്ലാസ്സിൽ മർക്കസിൽ പഠിക്കുന്ന അന്ന് മുതൽ തന്നെ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് ഉസ്താദുമാരെ ഗുരുത്വത്തോട് പ്രസംഗിക്കാൻ പോകാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെത്തിയപ്പം മുജാഹിദിനും ജമാഅത്തിനും തത്തുല്യ യോഗ്യതയുള്ള ആൾക്കാർക്കും മറുപടി പറയാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ ആ സീസ് കുറച്ച് മറുപടിക്ക് വന്നിട്ടുണ്ട്, ആളുകൾക്ക് അറിയാം. പക്ഷെ എന്നിട്ടും ഞാൻ തബ്ലീഗുകാരെ എതിർത്തിട്ടില്ല. ഞാൻ ഐറ്റങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇറച്ചി കോയിക്കണമാതിരി ഇങ്ങനെ ഒരു സാധുക്കളല്ലേ, കുറേ കള്ളുടിയന്മാർ നന്നാക്കുകയല്ലേ, നല്ല ഇറക്കുള്ള കുപ്പായിടല്ലേ, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സഖാഫിയായതിന് ശേഷം പിന്നെ ഉത്തരേന്ത്യയിൽ പോയിട്ട് ഇവരെ പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് പിടിച്ചതും വലുതും ആളത്തിലാണ്. അപ്പൊ എതിർക്കല് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ പടച്ചോൻ ചോദിക്കൂന്ന്. അതിൽപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഞാൻ വായിക്കണം. ദീനി ദഅവത്ത് എന്നാണ് കിതാബിന്റെ പേര്. അതിൽ പറയുന്നത് കേട്ടോളൂ. തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ നേതാവായ ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി, അത് ഞാൻ നേരത്തെ വായിച്ചല്ലോ അവർ പുസ്തകത്തിൽ. അദ്ദേഹം പറയാണ്, പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ സഹീറുൽ ഹസൻ എന്നാണ് ശിഷ്യന്റെ പേര്. ആ ശിഷ്യൻ അടുത്ത് വിളിച്ചിട്ട് പറയാം, സഹീറുൽ ഹസൻ മേരാ മുദ്ദായ കോയി പാത്താനഹി. നമ്മളെ ഉദ്ദേശം എന്താണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ലോക സമചിത്തയെ തഹരീക്കെ സ്വലാത്ത് ഹേ. ആളുകൾ മനസ്സിലാക്കിയത് ഇതൊരു നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണ് എന്നാ. ഇയാൾ വിഷമം പറയാൻ ഒരടുത്ത ശിഷ്യൻ നിലയ്ക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ. ആളുകൾ മനസ്സിലാക്കിയത് നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണ് എന്നാ. മേ കസം സേ കൽത്താഹു, ഞാൻ സത്യം ചെയ്തു പറയട്ടെ,
ഹർഗിസ് തഹ്രീക്കെ സ്വലാത്ത് നഹി, ഇതൊരിക്കലും നിസ്കരിപ്പിക്കുന്ന പാർട്ടിയേ അല്ല. ആൾക്കാരെങ്ങനെ മനസ്സിലാക്കി പോകണം, അതിന് നമ്മൾ ഉത്തരവാദിയ. അത് ചുരുങ്ങൾ ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടി അല്ല. പിന്നെ എന്താ പൊതു പാർട്ടി പറയട്ടെ. ഏക് റോസ് ബഡി ഹസ്രത്ത് സെ ഫർമായ, ഒരു ദിവസം അതീവ ദുഃഖത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു, മിയാ സഹീറുൽ ഹസൻ, എന്റെ പ്രിയപ്പെട്ട സഹീറുൽ ഹസ, ഏക് നയി ഖൗം പൈദാ കർനി ഹേ. ഉറുദു ആരുന്നോട് ചോദിച്ചു നോക്കുങ്ങൾ. ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, ഒരു പുതിയ ടീം ജന്മം കൊള്ളേണ്ടിയിരിക്കുന്നു. അപ്പൊ പുത്തൻ ടീമിനെ ഉണ്ടാക്കലാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ ആള് തുറന്നു പറഞ്ഞാൽ, അല്ലേ ഇത് പഴയ തന്നെയാണേ, ഇത് സുന്നി തന്നെയാണേ, ഇങ്ങനെ പറയേണ്ട ആവശ്യം പിന്നുണ്ടോ? രോഗി പറയാൻ ഞാൻ മരിച്ചിട്ടില്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒന്നായിട്ട് പറഞ്ഞ് മരിച്ചിക്കണ്, നമ്മൾ ഏതാ വിശ്വസിക്കുന്നുണ്ട്? പാമ്പടിച്ചിക്കാണ്ട് രോഗിനെ കൊണ്ടുപോയതാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ 3-4 ആൾ പരിശോധിച്ച് ചവിട്ടി കുത്തി ഒക്കെ നോക്കിയിട്ട് ആള് കഥ കഴിഞ്ഞ് കൊണ്ടുവന്ന് കടത്തി. അങ്ങനെ കടത്തി നല്ല ആളുകളൊക്കെ വന്ന് പിറ്റേന്ന് കുളിപ്പിക്കാടുത്ത് വെച്ചു. എന്തോ അബദ്ധവശാൽ കുളിപ്പിക്കുമ്പോൾ വള്ളലേശം കണ്ണുക്കൊ മുക്കൊക്കെ കൊണ്ട് പോയി കണ്ണെടുത്ത് പറഞ്ഞു. എന്നിട്ട് കുളിപ്പിച്ചു ഒരു ഇഖ്ലാസിൽ തീർക്കന്നെ. അമ്മ ചോദിച്ചു, എന്താപ്പത് പരിപാടി വെച്ചു? ഞങ്ങൾ കുളിപ്പിക്കാം. എന്ത് മയ്യത്ത് കുളിപ്പിക്കാം? ഞാനേ മരിച്ചു? ഇജ്ജ് തന്നെ? ഞാൻ മരിച്ചിട്ടില്ല. ഇജ്ജ് മരിച്ചിക്കണ്? ഞാൻ മരിച്ചിട്ടില്ല. അങ്ങന്മാരെന്താ വർത്തമാനം പറയണ്ട? ഞങ്ങള് ചേനക്കാളവിടെ കടന്നു. MBBS പാസ്സായ 12 ഡോക്ടർമാർ പറഞ്ഞു മരിച്ചിക്കണ്. MD പാസ്സായ 4 ആള്. ഈ 4ാം ക്ലാസ് സ്കൂൾ കഴിച്ച് മരിച്ചു കിടക്കവിടെ എന്ന് പറഞ്ഞാൽ, ഈ കുളിപ്പിക്കുന്ന ആൾക്കാരെ സുന്നിയാണെങ്കിൽ ഏറുവാടിക്ക്, മുജാഹിദാണെങ്കിൽ ചെറുവാടിക്ക് കയറ്റുക എന്നുള്ള അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണില്ലേ? ഇവിടെ ഉണ്ടാക്കിയ ആള് പറയാ പുത്തനാശയം ഉണ്ടാക്കൽ എന്റെ ഉദ്ദേശം. ഇനി ആ പുതിയ ആശയം ഒന്നും സംശയം നിങ്ങൾക്ക് തോന്നും. അതിന് മറുപടി ഇതാ മൽഫൂസാത്ത് പറയുന്നുണ്ട്. മൽഫൂസാത്ത് എന്ന് പറഞ്ഞ വാമൊഴികൾ എന്നാണ്. ആരെ വാമൊഴി അറിയങ്ങള്? ഈ തബ്ലീഗ് ഉണ്ടാക്കിയ ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാമൊഴികളാണ്. അദ്ദേഹം ഈ കിതാബ് തുറന്ന് പറയണെന്താ അറിയോ? ഞാൻ ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ 58ാമത്തെ പേജ് പറയാം. പിന്നെ അഷറഫ് അലി താനവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, അഷറഫ് അലി താനവി, ഖലീൽ അഹമ്മദ് അമ്പേട്ടവി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹാന്മാരുണ്ട്. അവരാശയം പ്രചരിപ്പിക്കലാണ് കൂട്ടരെ എന്റെ ഈ തബ്ലീഗ് ജമാഅത്തോട് ഉദ്ദേശോ. തുറന്ന് പറയാണ്, കേട്ടോളി, ഞാൻ വായിക്കാം. ഏക് ബാർ ഫർമായ, ഒരു പ്രാവശ്യം അരുൾ ചെയ്തു, ഹസ്രത്ത് മൗലാന താനവി റാനെ बहुत बड़ा काम किया है, बस मेरा दिल ये चाहता है कि तालीम तो उनकी है और तरीका तबलीग मेरा हो कि इस तरह उनके तालीम हो जाएगी. ഈ റഷീദ് ഗംഗോഹി, അഷറഫ് അലി താനവി നേതാക്കന്മാർ ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ആദർശം പ്രചരിപ്പിക്കലാകുന്നു എന്റെ ലക്ഷ്യം. ആശയം അവരുടേതും പ്രചരിപ്പിക്കാനുള്ള മാർഗം എന്റേതും. ഇത്ര വെട്ടിത്തുറന്ന രീതിയിൽ ഇത് പുത്തൻ പ്രസ്ഥാനമാണെന്നും നിസ്കരിപ്പിക്കൽ ലക്ഷ്യമല്ലെന്നും, നിസ്കരിപ്പിക്കുന്നത് എന്തിനാ? അതൊരു ചോദ്യമാണ്. എന്നാ പിന്നെ മൂല്യാരെ നിസ്കരിപ്പിച്ചത് എന്തിനാണ്? അത് ആടുകാരമയമാക്കാരനെ മാതിരിയാണ്. നിസ്കരിപ്പിച്ചത് പിരികാരിയാണതേ. എന്താ ആടുകാരമയമാക്ക? ഉമ്മ ജനിച്ചപ്പോ ആടുകാരമയമാക്കിയല്ല, അത് പൊട്ടിക്കുഴിയിലെ അലുവിക്കുട്ടിയുടെ മകൻ മയമാണ്. ഈ മയമാക്ക കുറെ ഗൾഫ് പോയി കൈരുത്തി അവിടെ ഇവിടെയൊക്കെ പോയി കച്ചവടമൊക്കെ ഒന്നും കളിച്ചു പിടിച്ചില്ല. അവസാനം മൂപ്പരെന്ത് ചെയ്തങ്ങൾ ഒരു 4-5 ആടുകളെ വാങ്ങി അതിനെങ്ങനെ പോറ്റി വളർത്താന്ന് തുടങ്ങി. അതിനെ പാലും പൊക്കും, ചിലപ്പൊക്കെ ഒന്നിനെ അറുക്കും ചെയ്യും. അങ്ങനെ ആ മയമാക്കാരെടുത്ത് പോയി ആടിനെ കിട്ടുന്ന അങ്ങനെ പറഞ്ഞു അവസാനം ആടുകാരമയമാക്കി. അത് നിങ്ങൾ ഇത് അതുമായിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആൾക്കാർ പേരിട്ടു ആടുകാരമയമാക്കാം എന്ന് പറഞ്ഞ മാതിരി. തബ്ലീഗ് ജമാഅത്ത് പ്രകടനം നടത്തണില്ല, നോട്ടീസ് ഒട്ടിക്കണില്ല, പുറത്ത് സ്റ്റേജ് കെട്ടണില്ല. ഓരോ നിക്കരിപ്പിച്ച അപ്പൊ നിക്കരിപ്പിച്ച പാർട്ടി. അങ്ങനെ ജനങ്ങളാണ് പേരിട്ടതാ സത്യത്തില്, അല്ലാതെ നിക്കരിപ്പിക്കുന്ന പാർട്ടിയല്ല. പിന്നെ നിസ്കരിപ്പിക്കലോ അത് ആളെ കൂട്ടാളെ ABCD അല്ലേ? അങ്ങോട്ട് പറയല്ലേ? അല്ലേ, ഇവരെല്ലാം പറയാം. അതാ രസം. അത് പരലോകത്ത് വന്ന ഇവർക്ക് നിഷേധിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇതാ ഞങ്ങളപ്പോ തന്നെ പറഞ്ഞു കിടുകാരും, ഇതാ ഞങ്ങൾ എഴുതിക്കണല്ലോ, ഇത് പുതിയ പാർട്ടിയാണ്, ഞങ്ങൾ എഴുതിക്കണല്ലോ, നിക്കരിപ്പിച്ചതല്ല, ഞങ്ങൾ എഴുതിക്കണല്ലോ, നിസ്കാരം ടെക്നിക്കാണ്, നിങ്ങളെ നോക്കാതെ ഞങ്ങളൊപ്പം കൂടിയന് അനപരീ പറയും.
അപ്പൊ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൈ കടിക്കേണ്ടി വരും തെബിലിക്ക് പോയ ആളുകൾ. അതില്ലാതെക്കാനാണ് ഞങ്ങളിത് പറയുന്നത്. വേണമെങ്കിൽ സ്വീകരിക്കാം, ഞങ്ങൾക്ക് 4 ആൾ തെബിലിക്ക് ആയതുകൊണ്ട് ദുനിയാവിന് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഹിദായത്തിലേക്ക് വന്ന റബ്ബിന്റെ അടുത്ത് കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ രേഖന്റെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല, പഠിച്ച പാട്ടാണ് പാടിയാൽ മതി. ഇതൊക്കെ ഉള്ളതാ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വരമൊഴി കൊണ്ടുവന്നത്. അതൊന്നുകൂടി താക്കീക്കാക്കാനാണ് വാമൊഴിയും കാണിച്ചു. ഇനി ഒരു കാര്യം കൂടി പറയാൻ, എല്ലാ തെളിവുകളും കൂടെ വായിച്ചു പറയാൻ ഇപ്പൊ കഴിയില്ല. ഒരൊറ്റ കിതാബ് തന്നെ ഇവരാശയങ്ങൾ 10-14 വിശദീകരിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇവരുടെ രേഖകളൊക്കെ എടുത്തുദ്ധരിച്ച് ഇവർ വാദഗതികളൊക്കെ നിരത്തിയിട്ട് വിനീതനായി ഞാൻ തന്നെ ലേഖനം എഴുതിയ എൻ്റെ സ്ഥാപനം കാരക്കുന്ന് അൽഫലാഖ്, അത് 10 കൊല്ലമായി തുടങ്ങിയിട്ട് മുജാഹിദിൻ ജമാഅത്തിന് ശല്യം കൊണ്ട് തുടങ്ങിയതാണ്. കേസ് കൊടുക്കലും വണ്ടി കാറ്റൊഴിച്ചലും അടക്കം വല്ലാത്ത ദുൽമുടുത്തപ്പം മൗലൂദ് അടക്കം പുറത്തേക്ക് വിടാൻ സമ്മതിക്കാവുന്ന ആ സാഹചര്യത്തിൽ ഓലഷെഡ് കെട്ടി തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ 10 കൊല്ലമായി കുറെ കുട്ടികളൊക്കെ പുറത്തിറങ്ങി. ഖുർആൻ ഹിഫ്ളാക്കിയ 12 കുട്ടികളുണ്ടായപ്പം അവർക്ക് സനത് കൊടുക്കാൻ വേണ്ടി ഒരു ദശവാർഷിക സമ്മേളനം ഇപ്പോൾ അടുത്ത് നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കിയ ഒരു സൗനീറുണ്ട് അൽഫലാഖിന്റെ. ആ സൗനീറിൽ പറഞ്ഞ തബ്ലീഗ് നമർജി ലേഖനുണ്ട്. ഈ മൽഫൂസാത്ത് എന്ന് പറഞ്ഞ കിതാബ്, ഈ കിതാബിന്റെ 32ാമത്തെ പേജിൽ തുറന്ന ഭാഷയിൽ തന്നെ പറയുന്ന, മക്കളെ ഈ നിസ്കരിപ്പിക്കാന്നൊക്കെ പറഞ്ഞാലേ അതാളെ കൂട്ടാനുള്ളൊരു ABCD അതല്ലാതെ യഥാർത്ഥത്തിൽ നിസ്കരിപ്പിച്ച് നമ്മളെ ലക്ഷ്യമല്ല. ഞാൻ വായിച്ചേരെ കേട്ടോളൂ. ഉറുദു അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. ഹമാരാ അസ്ൽ മഖ്സദ് രഹി കാഫിലൂं की ये चलतु बिरत और तबलीगी गश्त पैसा होता तबलीगी गश्त ये उस मकसद के लिए इब्तिदाई जरिया है. നോക്ക് നിങ്ങൾ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊരു ഭാഗത്തുണ്ട് എന്നിരിക്കെ കാഫിലൂക്കയെ ചൽത്തുബിർത്ത് കാഫിലകളായിട്ടുള്ള ഈ ചുറ്റിക്കറങ്ങലും ഓർ തബ്ലീഗി ഗശ്ത് ജമാഅത്തായിട്ട് തബ്ലീഗിന് പോകലും ഉസ് മഖ്സദ് കേ ലിയേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള ഇബ്തിദാഇ സരിയാ ഹേ, പ്രാഥമിക പ്രവർത്തനം മാത്രമാകുന്നു. ഓർ കലിമ നമാസ് കി തൽക്കീൻ, കലിമ ചൊല്ലിക്കൊടുക്കലും നിക്കരിക്കണം എന്ന് പറയലും. ഓ താലീം, നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും ആരും പോകരുത്, ഒരു 5 മിനിറ്റ് ദീനി നസീഹത്തുണ്ട്, താലീമുണ്ട് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് നടത്തലും ഹമാരെ പൂരെ നിസാബ് കി, നമ്മുടെ പൂർണ്ണമായ ലക്ഷ്യത്തിന്റെ അലിഫ് ബേ തേ ഹേ ABCD മാത്രമാകുന്നു. നിങ്ങൾ നോക്കന്റെ സഹോദരന്മാരെ, വളരെ പച്ചയില് തൊട്ടി തുറന്ന് പറയുന്നു, നിക്കരിപ്പിക്കൽ ഞങ്ങളുടെ ഉദ്ദേശമല്ല. അതേസമയത്ത് പുതിയ പാറ്റുണ്ടാക്കലാണ് ലക്ഷ്യം. അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള ഹിക്മത്താകുന്നു നിസ്കരിപ്പിക്കൽ. നിങ്ങൾ ചെറിയ കുട്ടിയൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഉമ്മാര് ചോറ്റും പാത്രം കയ്യിൽ പിടിച്ചും കുട്ടികൾ പുറത്തുണ്ടാവും. ഇതെങ്ങനെ നോക്കി അമ്പിളിയമ്മാവൻ നോക്കുക. എന്താ അമ്പിളിയമ്മാവനെ പത്രം നോക്കാനുള്ളത്? ആ കുട്ടിക്ക് അമ്പിളിയമ്മാവൻ കാണിച്ചു കൊടുക്കൽ ഉമ്മാന്റെ ലക്ഷ്യമല്ല. പിന്നെന്താണ്? അമ്പിളിയമ്മാവോ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ആന്ന് ഒരു അന്തം വിട്ട് നിൽക്കുമ്പോ പതുക്കെ ചോറ്റിൻ്റെ ഉള്ള കടക്കട്ടെ ഉള്ളിക്ക് കുട്ടി അറിയാതെ തിന്നുകയാണ്. നിങ്ങൾ ഇതേ ശൈലിയിൽ ഈ നിസ്കാരം എന്ന് പറയുമ്പോ വേണ്ട തന്നെയാണല്ലോ. അങ്ങനെ ആളുകളൊക്കെ വരും. ആ കൂട്ടത്തിലൂടെ തബ്ലീഗിന്റെ ആശയം ഇഞ്ചക്ഷൻ ചെയ്യണോ? അതിനിവർ കണ്ടു ചുരുക്കുമ്പോൾ എന്താ അറിയോ? ഇതൊരു പാർട്ടിയൊന്നുമല്ല, ഞങ്ങൾക്ക് നേതാക്കന്മാരുമില്ല, പ്രത്യേകിച്ച് പാർട്ടിയില്ല. ഇങ്ങനെയാ സാധാരണ തബ്ലീഗുകാർ പറയുന്നത്. മുജാഹിദ് പറഞ്ഞ ഒരു പാർട്ടിയാ, ജമാഅത്ത് പറഞ്ഞ പാർട്ടിയാ, സുന്നി പറഞ്ഞ പാർട്ടിയാ, തബ്ലീഗ് പറഞ്ഞ അങ്ങനെ പ്രത്യേക പാർട്ടിയല്ല. ഞാൻ പറയട്ടെ, തബ്ലീഗ് പാർട്ടി അല്ലെങ്കിൽ ഈ തബ്ലീഗ് ജമാഅത്തിനെതിരെ സമസ്തയുടെ ആലിമീങ്ങള് വിമർശനമായിട്ട് വന്നപ്പോ എന്തിനെ മറുപടി പറഞ്ഞുകൊണ്ട് പുസ്തകം ഇറക്കിയത്? പാർട്ടി അല്ലെങ്കിൽ എങ്ങനെയല്ലേ? നിങ്ങൾ നോക്ക്, ഇത് അപവാദങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ ദഅവത്ത് പബ്ലിക്കേഷൻസ് ചെറുപ്പ അവിടെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇത് പാർട്ടി ഒരു പ്രത്യേകിച്ച് സംഘടനയൊന്നും ഇല്ലെങ്കിൽ എന്തിനെപ്പോ ഒരു പുസ്തകം ഇറക്കി? ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച സ്ഥലത്ത് തന്നെ അവിടുന്ന് കിട്ടിയ ബുക്കായി. എന്താ നിങ്ങൾ തബ്ലീഗിനെതിരെ തിരുത്തപ്പെടേണ്ട ഫത്വകൾ അബുവാഷിഖ് എന്ന് പറയുന്ന ഇടവണ്ണപ്പാറക്കടുത്ത് ഇറക്കിയതാണ്. എന്നിട്ട് ഇതിലോ ഇയാൾ തുടങ്ങുന്ന എന്താ നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഒറ്റ നോട്ടത്തിൽ AP സമസ്തക്കാരുടെ ആസ്ഥാനമായ മർക്കുസ് കാവൽ സുന്നിയൊക്കെ തറക്കലിട്ടാൽ കാണാൻ തുടങ്ങുന്നത് തന്നെ.
ഞാൻ പറയും തബ്ലീഗ് ജമാഅത്ത് ഒരു പ്രത്യേക പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ആരെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തിനാ പനി മറുപടി അറിയാൻ പോണ്? അപ്പൊ ഇത്ര ബൃഹത്തായ ഗ്രന്ഥങ്ങൾ പോലും എഴുതണമെങ്കിൽ തബ്ലീഗ് ജമാഅത്ത് പാർട്ടി തന്നെയാണ്. പക്ഷെ എന്താ നിങ്ങൾ ചോദിച്ചാൽ എഴുന്നള്ളിക്കണം. ചോദിച്ചാലോ എന്നിങ്ങനെ കളിക്കും. ഒരു പ്രത്യേക പാർട്ടിയൊന്നുമല്ല. ഇപ്പൊ ഉദാഹരണം പറയട്ടെ, മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഒരുപാട് വിശ്വാസം ഈ ജമാഅത്തുണ്ട്. ഉദാഹരണം, അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ സലാസലി പറഞ്ഞു കേട്ടില്ല നിങ്ങൾ, സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയല്ലേ പറഞ്ഞ് പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു സാധാരണ മനുഷ്യനാണ്. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? അങ്ങനെ തന്നെ പറഞ്ഞു. എന്നാ തബ്ലീഗ് ജമാഅത്താരനോ അങ്ങനെ തന്നെയുള്ള ഇതേ മൽഫൂസാത്ത്. ഇത് ഞാൻ ഒറിജിനൽ കയ്യിലൊക്കെ കാണാതാണ്. ഒരുപാട് മുതലുണ്ട് ഇതില് 90ാമത്തെ പേജിൽ റസൂലുള്ളാഹിനെ പറ്റി പറയാട്ടോ, കേട്ടോളി. അതായത് ഞാൻ കുറ്റപ്പെടുത്തല്ല, ഈ തബ്ലീഗിന് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത് അറിയില്ല, 4 ദിവസം പോയാലൊന്നും തിരിയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോഴാ ഇത്രമാത്രം കിറ്റ കാശിയുണ്ടോ, എന്നാ ഞാനില്ല കേട്ടോ. ഒരാൾ പറഞ്ഞിട്ട് അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ടോളൂ. അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം ബാവുജൂദ് കെ മാസൂം और महफूज है. അമ്പിയാക്കന്മാര് പാപസുരക്ഷിതരൊക്കെ തന്നെയാണ്. और उलूमो हिदायत पर आगे रास्ता एक तारा सा हासिल करता है. അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വഹയികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേക്കിൻ പക്ഷേ ജബ് ഉൻ താലീമാത്തോ ഹിദായത്ത് കി തബ്ലീഗ് മേ, ഈ കിട്ടിയ വഹയ് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ഹർ തുറഹ് ലോകേസെ മിൽനാ ചുന്ന, വിവിധങ്ങളായ ആളുകളുമായി കൂടിക്കലരുകയും ഉൻകെ പാസ് ആനാ ജാനെ ഹോത്താ ഹേ തോ, അവരുടെ അടുക്കൽ പോയി വരികയും ചെയ്യുമ്പോൾ ഉൻപർ മുനവ്വിർ കുറൂബ് പർ ഭി ഉൻ അവാമുന്നാസ് കി ഖദർ തോ കാസർ പഡ്താ ഹേ. ഈ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ വേണ്ടാത്ത ചിന്താഗതികൾ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. തെറ്റു ചെയ്യുന്ന മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു തആല അമ്പിയാക്കളെ വിടുക. ഈ അമ്പിയാക്കൾ ചെന്നിട്ട് ഓലെ തെറ്റിലൊപ്പം കൂടി കൊടുക്കുക. ഓലെ ഹൃദയം പോലും കടുത്തു. കൂട്ടരെ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു പറഞ്ഞാൽ ആലോചിക്കാൻ, അള്ളാന്റെ റസൂലടക്കം തെറ്റ് ചെയ്തീനു. അതുകൊണ്ടാണ് ഈ തെറ്റു ചെയ്യുന്ന നബിയുടെ മൗലൂദ് ഓതണോ എന്ന് തബ്ലീഗ് നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയോ? ഓതാൻ പാടില്ല. റസൂലുള്ളാഹി തആല മൗലൂദ് ഓതാൻ പാടില്ല. മയ്യത്തോണോ ദിക്റ് ചെല്ലാൻ പാടില്ല. മരിച്ച ഏവനാനും ദിക്റ് പാടില്ല. തലക്കീം ചെല്ലാൻ പാടില്ല. മരിച്ച മയ്യത്തിന് സ്വതക്ക കൊടുക്കാൻ പാടില്ല. 3, 7, 40, 14 നടത്താൻ പാടില്ല. മരിച്ചോത്ത് ഖുർആൻ ഓതാൻ പാടില്ല. എല്ലാ ബാധകളും തബ്ലീഗിനുണ്ട്. പക്ഷെ അതറിയില്ലല്ലോ. കുറെ കാലമായി ഇവരെ ക്ലിപ്പ് ഇങ്ങനെ കിട്ടണം ചോദിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പൊ കിട്ടി നോക്കുമ്പോ ആ ഫോട്ടോത്തെ കാണുന്ന പ്രായം ചെന്ന ആള് ചെറൂപ്പ് അബുൽ ഖൈർ മൗലവിന, തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ടോപ്പ് മൗലവിയാണ്. അയാളുമായി നടത്തിയ ഒരു പാനൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരം, ആ ചോദ്യോത്തരത്തിന്റെ CD-യിൽ അയാളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ത്? അല്ല, ഈ മൗലൂദ് ഓതുന്നതിനെ പറ്റിയിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ അഭിപ്രായം എന്താ? അപ്പം മറുപടി പറയേണ്ട ശരിക്കും എന്താ? ഒന്നുകിൽ പറ്റും അല്ലെങ്കിൽ പറ്റൂല. ഇങ്ങനെയാണല്ലോ പറയണ്ടേ. ഇയാൾ പറയണ എന്താ അറിയോ? അതിപ്പോ സക്കാത്തിനെ പറ്റി നിസ്കാരത്തിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കണ മാതിരിയാണ്. സക്കാത്തിനെ പറ്റി നിസ്കാരത്തിന്റെ അഭിപ്രായം എന്താ ചോദ്യമല്ലേ ഇപ്പൊ ആലോചിച്ചോക്കാണി. ഒരു വലിയ ആലിമിനോട് ചോദ്യം ചോദിക്കുമ്പോ അതിന് മറുപടി എന്ന മറുപടിയാണ്. ഞാൻ തബ്ലീഗ് ജമാഅത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറയാണ്. അപ്പൊ എന്താ സംഭവം? ശരിക്കും ഒരാശയം മൗലൂദ് പറ്റൂല എന്നാണ്. പക്ഷെ അത് തുറന്നാണ് പറ അപ്പൊ തബ്ലീഗുകാർ ഇങ്ങനത്തെ ഒരാളെ എന്ന് പെട്ടെന്നാണ് തിരിയും. അത് തിരിയാതെടുക്കാൻ അങ്ങനെ ഈ സെൻസസ് എടുക്കാൻ വേണ്ടി പരീക്ക് വന്നപ്പം പേര് ചോദിച്ചാൽ നിങ്ങളെ പേരെന്താന്ന് വെച്ചു. എന്റെ പേര് കാര്യപ്പെട്ട പേരാ. അതെന്താണ്? പേര് കാര്യപ്പെട്ട പേരാണ്. എന്താണ്? അത് വല്യപ്പാന്റെ പേര് തന്നെയാണ്. അല്ല, വല്യപ്പാന്റെ പേര് കാര്യപ്പെട്ട പേരാ. അതെന്താ? അതിന്റെ പേര് തന്നെയാണ്. ഇപ്പൊ സെൻസസ് കമന്നാക്കാ പേരിട്ട് എന്ന പോലെ ഇവിടെ മൗലൂദിനെ പറ്റി ചോദിച്ചപ്പോ ഉരുണ്ട് കളിക്കുകയാണ്. ഒന്ന് കേട്ടോളി, നിങ്ങൾ ഒന്നിട്ട് കൊടുക്കുക, കേട്ടോളി. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം എന്ന് നിശ്ചിത അമലാണ്. അപ്പോ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം ചോദിക്കും പോലെയാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. തബ്ലീഗ് എന്ന് പറയുന്ന നബി സാഹിബ് ചെയ്ത അവന്റെ അതേ രീതിയിൽ തന്നെ നടക്കുന്ന പ്രവർത്തനമാണ് ഇവൻ നടക്കുന്നത്. അത് അതിൻ്റെതായ വിസ്തും താലീമും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. എന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി അവിടെ ഇല്ല. അത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചാക്ക് മറുപടി കിട്ടിയോ?
ഏത് മൗലൂദിനെ പറ്റിയിട്ട് തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്നോ ചോദ്യം. എന്താ തുറന്നാണ് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്ത് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയാന്ന് ഉറപ്പല്ലേ? അതിന്റെ രേഖകൾ ഞാൻ വായിച്ചല്ലോ. നിങ്ങളുടെ നേതാവ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തല്ലോ ഒരു പുതിയ പാർട്ടി തന്നെയാണ്. എന്നാൽ പിന്നെ പാർട്ടിക്ക് തീരുമാനം ഉണ്ടാവൂലേ മൗലൂദ് ഓതാൻ പറ്റുമല്ലേ? എസ്സോർണോ ഒന്നുകിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല. ഇവിടെ പറഞ്ഞെന്താ അത് സക്കാത്തിനെ പറ്റി നിക്കായത്തിനോട് ചോദിച്ച മാതിരി കൂട്ടരെ ചോറിട്ട് കൊടുക്കുകയാണെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിലും ആണെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ വേണ്ട അറിയണ്ടേ? ഇത് പുതിയാപ്പഴ തക്കരിച്ചുവാണ്. പുതിയാപ്പഴാണെങ്കിൽ റപ്പായി തൊരീക്കത്തിൽ ആളുവാണ്. കുറച്ചും കിട്ടിയാൽ തികയണമില്ല. സമസ്ത അംഗീകരിച്ച 3 വട്ടമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിക്കണം. പിന്നെ ഇങ്ങനെ ഇയാൾക്ക് പള്ള പറയുന്നുണ്ട് വേണോ, മാനം പറയുന്നുണ്ട് വേണ്ട. ഏതായാലും അമ്മോശം വന്നിട്ട് കുറച്ചുകൂടി അല്ല പുതിയാപ്പള കുറച്ചുകൂടി ഇടുകയല്ലേ എന്ന് വെച്ചു. അതൊരു മാനത്തിനുള്ള ചോദ്യമാണ്. അപ്പൊ പുതിയാപ്പള ഇങ്ങനെ ഒന്നാലോചിച്ചിട്ട് വേണമെന്നും പറയണം, മറ്റേത് വെച്ച് വേണ്ടാന്നോ വേണ്ടണം വേണ്ടണം ഇത് കുടുങ്ങുകയാണ്. പൊട്ടുകൊടുക്കുകയും ചെടാക്കുകയും ചെയ്യുക. ആലോചിച്ച് നോക്കാണ്. പിന്നെ സ്പൂണോട് ഇങ്ങനെ കളിച്ചോണ്ടി വരും. ഏത് വേണ്ടണം. ഇവിടെ ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിലെ ടോപ്പ് മൂല്യരോട് ചോദ്യം മൗലൂദ് ഓതാൻ പറ്റുമല്ലേ? അപ്പൊ അതിന്റെ മറുപടി എന്താണ്? നിക്കായത്തിനെ പറ്റി സക്കാത്തിനോട് ചോദിച്ച മാതിരി. ഇപ്പൊ തിരിഞ്ഞില്ല വല്യപ്പാന്റെ പേര് എന്റെ പേര് വല്യപ്പാന്റെ പേരും തിരിഞ്ഞോ? ശരിക്കും നിങ്ങൾ ആലോചിക്കണോ? അപ്പൊ അതേ അതൊരു പ്രത്യേക പാർട്ടി തബ്ലീഗ് അല്ലാത്തോണ്ടാ. എന്നാ കേൾക്കണങ്ങള് തബ്ലീഗിലേക്ക് ആളുകളെ കിട്ടണം എന്ന് നിനക്ക് സംസാരിച്ചപ്പോ അതേ ആള് പറയണ എന്താ അറിയോ? മറ്റ് ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കുമ്പം രക്ഷപ്പെടണമെങ്കിൽ തബ്ലീഗാകില്ലാതെ മാർഗല്ല. അവിടെ എത്തിയപ്പോ നേരെ തിരിച്ച് അമ്മായിമ പറഞ്ഞ മാതിരി കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ പറഞ്ഞു നിങ്ങളെ മരുവളനെ ചാറുണ്ടാക്കിയത് ഇല്ലേ? അപ്പോ ആദ്യം കറി വെച്ചു കൊടുത്തപ്പോ പറഞ്ഞെന്ത് അത് നിങ്ങളെ മരുവളുണ്ടാക്കിയതാണ്. കാരണം മോശം ചേച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് എന്നപ്പോ പറഞ്ഞു അരച്ചതും തീയത്തിച്ചും വെള്ളം പറഞ്ഞൊക്കെ ഞാൻ തന്നെയാണ്. ഏത് പിന്നെന്താ കറി ഉണ്ടാക്കരുത്. ഇവിടെ എത്തിയപ്പോൾ തബ്ലീഗ് പ്രത്യേകമായ പാർട്ടിയല്ല. അത് നിക്കാരത്തിനെ പറ്റി സക്കാത്തിനോട് ചോദിച്ച മാതിരിയാണ്. എന്നാൽ പാർട്ടി കൂടാൻ ചെന്നെടുത്ത് പറഞ്ഞോ നഷ്ടപ്പെട്ടതീം തിരിച്ചു കിട്ടണോ? തബ്ലീഗാകില്ലാതെ മാർഗല്ല. കേട്ടോളി. നഷ്ടപ്പെട്ടു പോയ ദീൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അപ്പൊ എങ്ങനെ പ്രസ്ഥാനമായിട്ട് മാറിയത്? നേരത്തെ ചോദിച്ചപ്പം നിക്കാരും സക്കാത്തും പറഞ്ഞ ഒരു പിന്നെ എളുപ്പത് പറയണത് അതേത് പുത്തനാശയക്കാർ അങ്ങനെ തന്നെയാണ്. അതായത് ഈ മട്ടക്കളമ ചവിട്ടിയ മാതിരിയാണ്. ഒരു താരം താമോ മറ്റേ പൊന്തു, അത് താമോ ഇത് പൊന്തും ഉറപ്പാണ്. ഏച്ചുട്ടിയ മോച്ചുകൂടെ എത്രത്തോളം എന്ന് വെച്ചാൽ 73 വിഭാഗമായിട്ട് എന്റെ ഉമ്മത്തികൾ ഭിന്നിക്കും. അതിൽ ദജ്ജാലൂന കദ്ദാബൂന കളവ് പറയുന്ന ഒരു വഞ്ചകരുണ്ടാകും എന്ന ഹദീസ് പോലും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇയാൾ സമ്മതിക്കേണ്ടത്. അമീത് വൈശ്യന്റെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറിച്ച് കാര്യം പറയണ്ട്. നമ്മളാൾക്കാരൊന്നല്ല പോയത് പേരാണ് പോയവനോട് എത്താൻ നമുക്ക് കാര്യം ചെയ്യാനോ. ഏതായിരുന്നാലും ആ പോയ കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പലരും വരാണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി വന്നിരുന്നു, ഉഗ്രാപരമായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ശ്രമിച്ചു. അപ്പൊ ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളെയും കൊണ്ട് എല്ലാ ഉസ്താദന്മാരത്തെ പോലാണ് എന്റെ പണി, ഞങ്ങളെ പണി എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് പോയി. പിന്നെ കേട്ടു വെട്ടുവാറക്കൽ വെച്ചിട്ട് എന്റെ പുസ്തകം പൊക്കി പിടിച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അളിയൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. പല പ്രാവശ്യം പറഞ്ഞു ഈ അത്തഹിയാത്തിന്റെ പ്രശ്നം കാണിക്കാൻ വേണ്ടി ബഷീർ ഫൈസി നടക്കാവലെ ഖത്തീബാണ്, അദ്ദേഹത്തിന്റെ അളിയനാണ്, എന്റെ മുമ്പിൽ എടുത്തു വെച്ചു. അപ്പൊ ഞാനത് അർത്ഥം വെച്ചപ്പോൾ അത് തെറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ അത്തഹിയാത്തിനൊരു പദമല്ല, അസഹനൊരു വാചകമല്ല, തീരെ ഇല്ലാത്ത ഞങ്ങൾ പറയാം. ഉണ്ടെങ്കിൽ അർത്ഥം വെച്ച് തെറ്റുപോയെന്ന് വിചാരിക്കായിരുന്നു. അവന്റെ വിശ്വാസം 73 സംഘമാണെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്, ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രഹരമായി. അപ്പോൾ ആൾ എന്റെ നമ്പർ എടുത്തിട്ട് അളിയനെ വിളിച്ചു, അബ്ദുൽ ഹമീദ് ഫൈസിക്ക് ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ രണ്ടുപേരോട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മാറ്റമായി. അത് പറഞ്ഞു ഇനി നിങ്ങളെ കൊണ്ട് എല്ലാ ഉസ്താദന്മാർക്കും പോലാണ് ഞങ്ങളെ പണിയെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. 73 ആകുന്ന പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ ദജ്ജാലുടെ കദ്ദാബാനാന്ന് കൂടി റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? അപ്പൊ പാർട്ടിയായി ഭിന്നിക്കുന്ന അപ്പൊ അവർക്ക് വിജയം കിട്ടുന്നിടത്ത് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇയാൾ പറയുന്നുണ്ട് എനിക്ക് ആശയം കിട്ടി ദൈവബന്ധം എന്നാണ്. ദൈവബന്ധം എന്നാണ് സംഗതി എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനെ കൊണ്ട് കഴിയണ്ടേ? അയാൾ തന്നെ കുറെ തിരിയും കുറെ തിരിയില്ല, അങ്ങനെയൊക്കെയാണ് അയാൾ തന്നെ പറയാം. എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവബന്ധത്തിൽ പോയി 2 വർഷം താമസിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഉസ്താദന്മാർ എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഗഹനമായ വിഷയങ്ങളായതുകൊണ്ട് എന്റെ ചെറിയ മനസ്സിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രത്യേകം അല്ലാഹുവിൽ നമസ്കരിച്ച് ദുആ ചെയ്ത് അങ്ങനെ മനസ്സിലായി തന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് പറഞ്ഞു തരാനും കഴിയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അത്ര ഗഹനമാണ് ഈ വിഷയം.
അപ്പൊ അങ്ങനത്തെ ഒരാൾ എങ്ങനെ ഈ പ്രസ്ഥാന നേതൃത്വം കൊടുക്കല്? എന്തൊക്കെയോ കുറെ കേട്ടിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയണില്ല. പിന്നെ എങ്ങനെയാ ഈ പരിപാടി മൊത്തത്തിൽ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളായാലും ഇങ്ങനെ തിരിച്ച വരണ് ഗഹനമായ വിഷയം അവർ നല്ലോണം പഠിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് നന്നായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉസ്താദ്മാർ പറഞ്ഞെന്ന് നമ്മളെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. നമുക്കിതല്ലേ ഒരു ഉറപ്പ് വേണ്ടേ? ഒരു കൊമ്പ് പിടിക്കുമ്പോൾ ഉറപ്പിച്ചു പിടിക്കണ്ടേ? അവ നേതാക്കന്മാർക്ക് തന്നെ പറയുന്ന ആശയത്തിൽ ഒരു പിടുത്തം സത്യത്തിലില്ല എങ്കിൽ പിന്നെ ഈ വിഭാഗത്തിനോട് കൂടെ പോകുമ്പോൾ സ്വാഭാവികമായും തെറ്റിദ്ധാരണയിൽ അകപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് അവസാനം മുജാഹിദ് ജമാഅത്തിന്റെ ഒറിജിനൽ ആശയത്തിലേക്ക് ഇവരെത്തിയത്. ഒരു സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം മരിച്ചാൽ മയ്യത്തിന് വേണ്ടി കൂലി കിട്ടാൻ 70,000 ദിക്ർ നമ്മൾ ചെയ്യുന്നു. ആ ദിക്റിനെ പറ്റിയിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ കൗസരി സുബൈർ കൗസരി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗം കേട്ടോളും. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ രംഗത്ത് വരികയാണ് പുതിയതായിട്ട്. അത് എന്തായാലും 70,000 ദിക്ർ ചൊല്ലിയാലും 70 ദിക്ർ ചൊല്ലിയാലും ഇതൊന്നും നബിതങ്ങളുടെ ശരീരയിൽ പെട്ടതല്ല. എന്താ നിങ്ങൾ ഇത് 70,000 ദിക്ർ മാത്രമല്ല, മരിച്ചോടത്തുള്ള ഖുർആനോത്ത് പോലും, മരിച്ചവർക്ക് വേണ്ടി ഖുർആനോത്ത് പോലും നബി ചൊല്ലിയല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം ഒറിജിനൽ വഹാബി ആശയമാണെന്ന് പെട്ടെന്ന് ബോധ്യപ്പെടൂല. പക്ഷെ ക്രമേണ ഇങ്ങനെ അവരുടെ ആധിപത്യ നാട്ടിൽ വരുമ്പോഴാണ് ബോധ്യപ്പെടുക. അതിന് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് 70 കേട്ടോളും. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഓത്തുകാരി വിഷപ്പെട്ടതാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്. നബിയിൽ നിന്നുണ്ടായിട്ടില്ല, സഹാബത്തിൽ നിന്നുണ്ടായിട്ടില്ല. കളവല്ലേ സഹോദരന്മാരെ? അത് അള്ളാന്റെ ഹബീബ് അത് കാണിച്ചിട്ടില്ലേ? സ്വഹാബത്ത് കാണിച്ചിട്ടില്ലേ? ഉമർഖാലി കാണിച്ചിട്ടില്ലേ? മമ്പർന്നങ്ങൾ കാണിച്ചിട്ടില്ലേ? മഖ്ദൂമാര് കാണിച്ചിട്ടില്ലേ? എന്ത് പുത്തനാശയക്കാര നേതാവായ ഇബ്നു ഖയ്യിമിന്റെ അർറൂഖറ കിതാബ് തന്നെയല്ലേ കാനത്തുൽ അൻസാറു ഇദാ മാതലഹുൽ മയ്യിതു യഖ്തരിഫു ഇലാ ഖബരി യഖറഊനൽ ഖുർആൻ. സ്വഹാബത്ത് മരിച്ചാൽ ഊഴം വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയിരുന്നു. ഇത് സ്വഹാബത്തിന്റെ ചര്യയാണ്. പക്ഷെ വഹാബികൾ ഇപ്പോൾ എതിർക്കുന്നുണ്ട്. UAE ശൈഖായതിന്റെ കബറും പുറത്ത് കൊല്ലങ്ങളായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചോദിക്കുങ്ങൾ. അതേ സമയത്ത് ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്നു അതൊരിക്കലും ശരിയല്ല. ഇനി കേട്ടോളൂ. അതുമാത്രമല്ല, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലുന്ന ദിക്റില്ലേ, എത്ര അച്ചടക്കത്തിലാ നമ്മൾ ചെല്ലല്. നമ്മളും കൂടെ മയ്യിത്തായി പോകുന്നുവെന്ന് തോന്നുമാർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ആ ദിക്റിനെ തബ്ലീഗിന്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ മുദ്രാവാക്യം പോലെയാണ് കൊണ്ടുപോകരുന്ന. ഏത് കുട്ടിക്കും തിരിയും. വേണമെങ്കിൽ കേട്ടോക്കും പറയുന്നത്. പക്ഷെ ആ ദിക്റുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചൊല്ലുന്നത്? നമ്മുടെ നാട്ടിലെ ദിക്റിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാൽ സത്യത്തിൽ കേൾക്കുന്നവർക്ക് അത് ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. എന്ത് തോന്നും നിങ്ങൾക്ക്? സുഖമെല്ലാം തോന്നും. അല്ല എന്താ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആരാ കൂട്ട ഈ കോലത്ത് ദിക്റല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. നിങ്ങളുണ്ടോ എവിടെയെങ്കിലും കണ്ടീ നിങ്ങൾ മയ്യത്ത് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ? ഒന്ന് ആലോചിച്ച് നോക്കാണ്. മുജാഹിദ് ജമാഅത്തും കൂടി ഇങ്ങനെ പറയില്ല. ഒരു കളിയൊക്കെ കണ്ട് ജമാഅത്തും കളിയൊക്കെ മുജാഹിദ് വേണ്ടെന്ന ജക്കസലായിന്റെ അടുത്ത് വൈകിട്ടെ കൂക്കും ചെയ്യും. നമ്മളെ ഗുളിക മോരിയൊക്കെ നല്ലോണം കളിയാക്കി ചിലപ്പോ കുടുങ്ങും ചെയ്യും. കുടുങ്ങുമ്പോ അന്തം വിട്ടിരിക്കും ചെയ്യും. അതുകൊണ്ടില്ല ഞങ്ങള് ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലൂദിനെ കളിയാക്കിയിട്ട് ഇങ്ങനെ കളിയാക്കി അവസാനം പലടൊക്കെ ന്യൂനവിന്റെ കാലത്തെ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് അറിയാത്ത നമ്മളെ മദ്രസ പഠിച്ച 4ാം ക്ലാസ്സിലെ കുട്ടി കൂടിയും പറയും ന്യൂനവിന്റെ കാലത്തെ വെള്ളപ്പൊക്കം ന്യൂനവിന്റെ കാലത്തെ വെള്ളപ്പൊക്കം. പക്ഷെ കൺവേർട്ട് ചെയ്തൊരു മൗലവി പ്രസംഗിച്ചപ്പോൾ കുരുത്തക്കേടുകൊണ്ട് ലൂത്തരമിന്റെ കാലത്തെ വെള്ളപ്പൊക്കം ഇയാൾ ലൂത്തനബി എന്ന് പറയുള്ളൂ. അവസാനം സ്റ്റേജ് മുതൽ തിരുത്തി കൊടുത്തു. ലൂത്തനബി അല്ല നൂനബി. നൂനബി അല്ലേ ലൂത്തനബി തന്നെ കുരുത്തക്കേടിന്റെ ഊക്ക് നോക്കണം. അങ്ങനെ പറഞ്ഞ് അവസാനം മങ്കൂസ് മൗലിന്റെ ഹദീസ് ഇങ്ങനെ വായിച്ച്
നിങ്ങൾ അപ്പോഴാണ് കാര്യം തന്നെ. നിങ്ങൾ കണ്ടതാവും അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്നൊന്നര കണ്ടോട്ടെ. ഏത് ലൂത്ത് നബി എന്ന് പറഞ്ഞ, അതായത് ബിദ്അത്തിന്റെ ആളുകൾ പരിഹസിക്കുന്നത് മനസ്സിലാക്കാനും അവസാനം അബദ്ധത്തിൽ വീഴുന്നത് കാണാനും വേണ്ടിയിട്ട് മാത്രം. അതുമാത്രമല്ല ഉള്ളത്, വേറെ ഒരുപാട് പരിഹാസങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കളിയാക്കലുകളും മറ്റു പല നേതാക്കന്മാരും നടത്തിയതുണ്ട്. ആ കൂട്ടത്തിൽ തെബിലീഗാർ പക്ഷെ അങ്ങനെ കളിയാക്കാരൊന്നും പോകൂലേ. തെബിലീഗാരിങ്ങനെ ഒരു നല്ല മനുഷ്യന്മാരായിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചിട്ട് ഇങ്ങനെ നമ്മളെ പതിയെങ്ങനെ ആ രീതിയിലായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇപ്പം 40 ദിവസം കട്ട് 41ാമത്തെ ദിവസം ചുമര് വിളിച്ചറിയെന്ന് പറഞ്ഞതുപോലെ തെബിലീഗിന്റെ ആശയങ്ങൾ ഓരോന്നും ഇങ്ങനെ പുറത്തിയിടുകയാണ്. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ ഗ്രിപ്പ് കിട്ടുന്നവരെ ആശയങ്ങൾ വെട്ടി തുറന്ന് പറയില്ല. അതേത് തട്ടിപ്പും അങ്ങനെ തന്നെയാണല്ലോ, പതുക്കെ പതുക്കെ പറയുള്ളൂ. അപ്പൊ കണ്ടോളി അതൊന്നും ലൂത്ത് നബി. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ ഇത് ഈ ബിദഅത്തിന്റെ കക്ഷികളാകുമ്പോ പൊതുവേ ഉണ്ടാവുന്ന സ്വഭാവമാണ്. അതായത് അങ്ങോട്ട് പറയണേ ആയി പെട്ടതല്ലേ ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ കാസിമി നടത്തിയ പ്രസംഗം. എന്റെ അത് ഞാൻ ചോദിക്കൂട്ടെ, എവിടെയാണ് ഈ മയ്യത്തുമ്പോ കോയച്ചല് കോത്തറിച്ചല്ലേ? അത് ചോദിക്കി. ഇത് എന്നിട്ട് പറയും എന്താണെന്നറിയോ? പറയുമ്പോ നല്ല വർത്താനം പറയും. നമ്മൾ തർക്കിക്കാൻ പാടില്ല, തർക്കം നല്ലതല്ല, ഒരു വിഷയം പറയുമ്പം പഠിച്ചിട്ട് പറയണോ. സംസാരം ഇങ്ങനെ കേട്ട തേനിങ്ങനെ ഉറ്റുപോകും തൊള്ളിന്ന്. ഒന്നിട്ട് തർക്കം നല്ലതല്ല, ഉപദേശമൊക്കെ ഭയങ്കര. എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിട്ട് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. പലപ്പോഴും കണ്ടതിനൊക്കെ എതിർക്കുക എന്നുള്ള, അതിനെക്കുറിച്ച് തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മുടെ അധികം ആളുകളുടെ സ്വഭാവം. അത് മാറ്റിയെടുക്കണം. തർക്കം ഏതായാലും നമുക്ക് നല്ലതല്ല. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരമുള്ള ആളോട് പോയിട്ട് എന്താണ്, ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി, ഇസ്ലാമുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് പഠിക്കൽ ബാധ്യതയാണ്. അവ നോക്കിങ്ങൾ തർക്കം നല്ലതല്ല എന്നാ. ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച് ചെയ്യണോ? ഞാൻ ചോദിക്കട്ടെ, എവിടെയാൾ ഈ മുദ്രാവാക്യം മുഴുക്കിയിട്ട് പോണ കണ്ട്? ഒന്ന് ചോദിക്കണല്ലോ മൂപ്പരോട്. ഈ മുദ്രാവാക്യമായിട്ട് ആരായി മയ്യത്തിനെ കൊണ്ടുപോണത്? ഇല്ല. അപ്പൊ ഇയാളിനെ പറയുന്നുണ്ട്. ഇത് കേൾക്കണ ആളുകളെ മുഖത്ത് ഇതിങ്ങനെ ഈ മൗലി പറഞ്ഞ ശരിയല്ലല്ലോ, 10-60 വയസ്സായിട്ട് ഇങ്ങനെ മുദ്രാവാക്യം ഒഴിച്ചു കാണും മയ്യത്തുകൊണ്ടോണ്ട് കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ കൊണ്ടുപോകണം മുദ്രാവാക്യം ഒഴിച്ച് കട്ടിലതായിട്ട് പോയിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണി. ആണ് പറയുന്നതാണ്. അപ്പൊ ഇയാളെന്നെ പറയാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് പൂർവികമായി ചെയ്തു വരുന്നതിനെതിരാകുമ്പം നിങ്ങൾക്ക് ചില വിഷമമൊക്കെ തോന്നും. അത് ചില അപ്രിയ സത്യങ്ങളാണ്. ഒരു പ്രയോഗം, സത്യമാണ്, അപ്രിയമാണ്. അതുകൊണ്ട് ഒരു അപ്രിയ സത്യമാണ് അയാളെന്നെ പറയാ കേട്ടോ. പിന്നെ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ,
അതിങ്ങനെ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൂർവികന്മാർ നമുക്ക് മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ സഹോദരന്മാരെ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ, അറിവിൽ നിന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അതെല്ലാം ഒരുപക്ഷെ അപ്രിയ സത്യങ്ങളായിരിക്കാം, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപക്ഷെ അല്ല, ഏതിനും അങ്ങനെ തന്നെയാണ്. ആലോചിക്കുക, ഞാക്കനെ തോന്നുന്നത് അതിങ്ങനെ സദസ്സ് വേണ്ടതുപോലെ ഉൾക്കൊള്ളണില്ല, അപ്പൊ അപ്രിയ സത്യങ്ങളാവാം. കാരണം ശൈലി അങ്ങനെയാണ്. ഇനി തൽക്കീനെ പറ്റി മൂപ്പര് പറഞ്ഞിട്ടോളൂ, നിങ്ങൾ വളരെ മോശമായി കളിയാക്കിയിട്ട് പറയാണ് തൽക്കീനെ പറ്റിയിട്ട്. തെബിലികർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതുകൊണ്ടല്ലേ നമ്മൾ എതിർക്കലോട് സമസ്ത വെറുതെ എതിർത്താലല്ലോ. സമസ്ത വിചാരിച്ചു AP മാത്രമാണ്, അതിനനുസരിച്ച് കെട്ടിയാൻ വായിച്ചു തരാം. സമസ്തന്റെ ആലിമ്യങ്ങളൊക്കെ എതിർത്ത് തന്നെയാണ്. കഴിഞ്ഞ് പോയവരുണ്ട്, നമ്മുടെ അയൽവക്കക്കാരും ഒക്കെ ഉണ്ട്. എല്ലാതും വായിച്ചു തരാം കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ തൽക്കീനുമുണ്ട്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്രി. പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതി വെച്ച കടലാസമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, വരിക. കാരണം കടലാസായിട്ട് മൂപ്പർ വന്നിട്ടില്ല എങ്കിൽ മൂപ്പരെ ജോലി തെറിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്രയാണ് വരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? വരുന്ന മയ്യത്തിനൊക്കെ മൂപ്പർക്ക് എന്ത് ചെയ്യണം? മൂപ്പരെ ജോലിയാണ് അതിങ്ങനെ ഓർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല, അതിലൊരു പ്രത്യേക നേട്ടവും ഇല്ല. ഒന്നുമില്ല. കേട്ടോ? നിങ്ങൾ സകല മൊല്ലാക്കാരി വെറുപ്പിച്ചില്ലേ? എല്ലാ മുക്രിമാരും കുറ്റപ്പെടുത്തിയതേ തെബിലിക്കാർ ഒരു കുറ്റം പറയാനൊന്നും പോകൂല. ഓരിങ്ങനെ കിർപ്പിച്ചൊന്നും എനിക്ക് മരിക്കണ്ടേ ഇങ്ങോട്ട് നടക്കാന്നല്ലാതെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങന്റെ പുളി തിരിയൂ. പക്ഷെ ഈ ക്ലാസ്സൊക്കെ ഇയാൾ എടുത്തപ്പോൾ ആൾക്കാർക്ക് തോന്നി ഇയാൾ കോലത്തിൽ കൊണ്ടുപോയ തെബിലീഗ് ഇതാണല്ലേ. ഉടനെ ഇയാൾ പറയാം, ഇതൊക്കെ പറഞ്ഞാ മറ്റോളാട്ടോ, അവള് മറ്റോളാട്ടോ എന്ന് നിങ്ങൾ പറയുന്നു. എനിക്കറിയാന്ന് ഇയാളെന്നെ പറയുന്നതാണ്. നമ്മൾക്ക് അധികമുള്ള സൂക്കേട് എന്താന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂല, ചെയ്യാൻ പറയാത്തതൊക്കെ എന്ത് ചെയ്യും? ചെയ്യും. ചെയ്യാൻ പറയാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും, അത് ദീനായിട്ട് കാണുകയും ചെയ്യും. അതിനെതിരിലായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മൂപ്പര് ദീനിന്ന് ഔട്ടായി, എന്നിട്ട് പറയും മൂപ്പര് മറ്റോനാണ്. എന്താ പറയും? എന്താ പറയാ? മൂപ്പര് മറ്റേതാട്ടോ. ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മറ്റേതാന്ന് പറഞ്ഞാലും എന്നാലും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കുറെ അപ്രിയ സത്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടങ്ങള് മൂപ്പർ മറ്റേതാട്ടോ എന്ന് പറയും, അത് സത്യം തന്നെയല്ലേ? ആ സത്യം പറയണ്ടേ? കാരണം ഈ മയ്യത്ത് സംസ്കാരത്തിന് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് അബദ്ധങ്ങൾ, ഇതിന് കർമ്മപരമായ അബദ്ധങ്ങൾ വേറെ കുറേ ഉണ്ട്. തൊണ്ടയിൽ കെട്ടുന്നതും മൂക്കിൽ പഞ്ഞു വെക്കുന്നതും അതേപോലെ തന്നെ മറ്റു പരസ്ഥലത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ പൊട്ടത്തെറ്റാണ്. അത് പിന്നെ മസാലപരമായ തർക്കമായതൊന്നും ഞാൻ അങ്ങോട്ട് കടന്നില്ല എന്ന് മാത്രം. അതേസമയത്ത് ആശയപരമായി തന്നെ ഒറിജിനൽ വഹാബിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആശയം അതുകൊണ്ട് തന്നെ തീർന്നില്ല. അവസാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കക്ഷികളും എതിരാളികളും തമ്മിൽ തർക്കത്തിരിക്കുന്ന വിഷയമാണ് മൺമറിഞ്ഞു പോയ മഹാന്മാർ. ആ മഹാന്മാരെ സിയാർത്ത് ചെയ്ത് അവരോട് സഹായം ചോദിക്കാൻ പറ്റുമല്ലേ? നമ്മളിപ്പം മമ്പർന്നങ്ങൾ അതിർത്തിലേക്ക് വരികയാണ്. ഈ വരുന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുമായി നേർക്കുനേരെ ചോദിച്ചാൽ, ഇസ്തിഗാസ നടത്തിയാൽ കിട്ടും. തങ്ങൾ നമ്മളെ കാണുന്നു, സഹായിക്കുന്നു എന്ന വിശ്വാസത്തിലാണ്. കാരണം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ സവാൻ മഹ്യാഹും സിയൈനി ഫിൽ ബഹ്ജത്തി വൽ കറാമാൻ മഹാന്മാർ വിശദീകരിച്ചു. ജീവിതകാലത്തുള്ള കറാമത്ത് മരണശേഷവും ഉണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി റൗളയിൽ പോയിട്ട് ഗേറ്റ് നേരെ കറാമത്ത് കൊണ്ട് വെയ്ത്ത് ജില്ല തുറപ്പിച്ചു മറുകാതെയും അതേപോലെ കറാമത്തുകൾ കാണിച്ച മഹാരഥന്മാരും ആ മഹാരഥന്മാർ അതാ കഴുത്തിലെ കിട്ടുന്നതെങ്കിൽ മഹാരഥന്മാരാകുന്ന ആളുകൾ ആ ആളുകളെ പാത പിൻപറ്റിയിട്ട് മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കും. പക്ഷെ ആ സഹായത്തിനെ കുറിച്ച് ഇവർ പറയുന്ന എന്താ? നിങ്ങൾ കബറാളികൾക്ക് നമ്മൾ അങ്ങോട്ട് വല്ലതും ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് തീരെ കിട്ടൂല. ആലോചിക്കും എല്ലാം മുജാഹിദും ജമാഅത്തും തബ്ലീഗും എന്ന് പറഞ്ഞാൽ ഒക്കെ മാറ്റം. ഇത് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ട സ്ഥിതിക്കുവാണെങ്കിൽ ആ ക്ലിപ്പ് വന്നിട്ട് കൊടുക്കുന്നത്. അതായത് മയ്യത്ത് പരിപാലിക്കേണ്ടത് എങ്ങനെയെന്ന് മൂപ്പര് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ചില താടിയല്ലുകൾ, ചില മയ്യത്തുകളുടെ താടിയല്ലുകൾ എത്ര ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാലും എന്താവൂല, കൂടൂല. ഈ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യേണ്ടത്?
നാടെവിടെ? ഇങ്ങനെ കൂടാതെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക എന്നുള്ളതാ? പിന്നെ കൂട്ടിവെച്ചതിന് ശേഷം താടിയെല്ലിനോട് ചേർത്ത് ഈ നാട കെട്ടുക എന്നുള്ളതാണ്. നോക്കിക്കോളി. പടച്ചമ്പുരാനെ കിട്ട കോര നോക്കുകയാണെങ്കിൽ നല്ല കൂടൂലേതുള്ള ആലോചിക്കാണെങ്കിൽ ആ ചെവി പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ അറിയില്ല. പച്ച സാധുവിന് കെട്ടേണ്ടയും കൂടെ ഇങ്ങനെ അറിയണില്ല. തെബിലീഗിന്റെ ടോപ്പ് നേതാവാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന ആളാ. കുടുങ്ങി ഇപ്പൊ കുടുങ്ങിക്കിടും. ഞാൻ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. ചെറിയ കുട്ടികളെ ബൈക്ക് ചാട്ടാക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ ആ പാടെ കുടുങ്ങിക്കണ്. ആ കെട്ടിട്ട ജന്മത്തിന് തൊള്ള കുടി കിട്ടും. കൗത്ത് മുറുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ ഇതൊക്കെ പോലീസ് കണ്ടാൽ ഉറപ്പ് ആത്മഹത്യക്ക് കേസ് കൊടുക്കും. ആ കോലത്തിലുള്ളത് സുന്നത്തൊന്നുമല്ല. സുന്നത്തുമില്ല. കാരണം മുമ്പ് കെട്ടിയിട്ട് കഴിച്ചിടില്ല. അപ്പൊ സുന്നത്തല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ഏതെങ്കിലുമൊക്കെ ഉമ്മമാരും ഉപ്പമാരും എന്റെ കുട്ടികൾ നന്നാകട്ടെ എന്ന് വിചാരിച്ച് ഈറ്റങ്ങളൊപ്പങ്ങാനും 12 ദിവസം പറഞ്ഞയച്ചാൽ അബദ്ധത്തിനെങ്ങാനും മരിച്ചിട്ട് മയ്യത്താ കൊണ്ടുവരുന്നെങ്കിൽ ഉറപ്പാങ്ങൾ കേസ് കൊടുക്കും. എന്റെ കുട്ടി തൂങ്ങി മരിച്ചതാണോ അതോ കൗത്തുമുറുക്കി കൊന്നതാണോ തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ഇവരയിൽ ആ കാണും ആളുകളെ പറഞ്ഞേക്കേണ്ടത് നമ്മൾ. അതുകൊണ്ട് തന്നെ നോക്കിക്കോ, തീർന്നിട്ടില്ല. മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന ആളുകളെ ഖബറിലേക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തുഹഫ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അമ്മാ സുവാറുഹും മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ മമ്പുറം തങ്ങളെയാകാം, മഖ്തൂമിനെയാകാം, ഉമർ ഖാദിയെയാകാം, അംബിയാ ഔലിയാക്കളെയാകാം സിയാറത്ത് ചെയ്യുന്നവർ ഫയഊദു അലൈഹിം മിൻഹും മദദൻ ഉഖറവിയ്യുൻ ലാ യുൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ. അവരിൽ നിന്ന് സഹായം ഇങ്ങോട്ട് ലഭിക്കും കേട്ടോ. മമ്പുറം തങ്ങളുടെ അയൽപക്കക്കാരായ നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാകും. കൊണ്ടൂർ ഉസ്താദ് വഫാത്തായിട്ട് അധികം കാലം കഴിഞ്ഞിട്ടില്ലല്ലോ, അന്ന് ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയുമല്ലോ. എന്നാൽ സ്വഹാബത്ത് മഹാന്മാരും അങ്ങനെ തന്നെയാ പഠിച്ചത്. തബ്ലീഗ് ജമാഅത്തിന്റെ ആള് പറയുന്നതോ ഇല്ല. ഷാഫി മുതൽ പണ്ഡിതന്മാർ പറയുന്നു സഹായം ഇങ്ങോട്ട് ലഭിക്കുമെന്ന്. വസാലി ഇമാമും പറഞ്ഞു, അമ്മൽ മശാഗിദ് ഫലാ തതസാവ ബൽ ബറകത്തു സിയാറത്തിഹ ബിഖദിർ ദർജാതിഹിം ഇൻദല്ലാഹ്. അവരുടെ ദർജക്കനുസരിച്ച് സഹായങ്ങളിൽ മാറ്റം വരുമെന്നാണ്. പക്ഷേ തബ്ലീഗാന്റെ വിശ്വാസമോ മരിച്ചുപോയവരെ കൊണ്ട് സഹായം ലഭിക്കില്ല. കേട്ടോളൂ. ഖബറാളികളോട് പോയിട്ട് ചോദിച്ചൊന്നും കിട്ടേയില്ല. ഖബറാളികൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം. എന്താ നമ്മളെ കൊണ്ട് ആവശ്യം? ഖബറാളികളിൽ നിന്ന് നമുക്കല്ല ആവശ്യം, ഖബറാളികൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം. നിങ്ങൾ ഖബറാളികൾക്ക് നമ്മളെ കൊണ്ടാണ് ആവശ്യം. നമുക്ക് ഖബറാളികളെ കൊണ്ടൊന്നും ചോദിച്ചാൽ കിട്ടില്ല. ഞാൻ പറയട്ടെ, കേരളക്കാരായ നമ്മൾ ബഹുമാനപ്പെട്ട ഒളിയങ്കോട് മറുക്കാതിരുള്ളാഹു താലാനു വഫാത്തായിട്ടധികം കൊല്ലങ്ങൾ കഴിഞ്ഞുവോ നമ്മുടെ തൊട്ടുമ്പുള്ള തലമുറയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ലേ എന്തിനധികം അകലേക്ക് പോകണം? മദീനത്ത് ചെന്നിട്ട് പറഞ്ഞില്ലേ കാവൽക്കാരോട്, ഞാൻ മലബാറുകാരനാണ്, കേരളത്തിന്റെ വിദൂരതയിൽ നിന്ന് വരുന്നവനാണ്, എനിക്കൊന്ന് വാതിൽ തുറന്നു തരുമോ? മുത്തനബിയുടെ റൗളയുടെ ഉള്ളിലേക്കൊന്ന് കയറാൻ പോലീസുകാർ പറഞ്ഞു, കാനൂനാണ്, നിയമമാണ്, ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. ഉമർ ഖാദി തീരുമാനിച്ചു, ജീവിച്ചിരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് മരിച്ച റസൂലുള്ളാഹി തങ്ങളോട് തന്നെ പറയട്ടെ. നേരെ ഉമർ ഖാദിയുടെ ഹൃദയത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് നിറഞ്ഞു പൊങ്ങിയ ഇഷ്കിന്റെ, പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, മഹബത്തിന്റെ, ഈമാനിന്റെ, തഖ്വയുടെ ആ കണക്ഷനതാ മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് അങ്ങ് കൊടുത്തു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും വതൂറലു അലയ്യ അഅമാലുക്കും. ഞാൻ ഈ നിൽക്കുന്നതും ചോദിക്കുന്നതും മുത്തനബി കാണുന്നുണ്ട്. പോലീസുകാർ വാതിൽ തുറക്കാത്തത് കാണുന്നുണ്ട്. നബിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, യാ ഖുറമൽ ഖുറമാ അലാ താബിക്കും
ഉമറുൽ ഫഖീറുൽ മുർത്തജീലി ജനാബിക്കും. മുത്തുനബിയെ, അവിടെ തുമ്മരപ്പടിയിൽ ഫക്കീറായ ഉമ്മർ ഇതാ വന്നിരിക്കുന്നു. ഞാൻ വന്നത് ഇവിടുത്തെ കാരക്ക കാംക്ഷിച്ചുകൊണ്ടല്ല, പെട്രോൾ കാംക്ഷിച്ചുകൊണ്ടല്ല, റിയാന് മോഹിച്ചുകൊണ്ടല്ല, അവിടുത്തെ സാമീപ്യം കാംക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് എനിക്ക് കടക്കണമെന്നർത്ഥത്തിന് ഉമർ ഖാദി നേർക്ക് നേരെ വിളിച്ചിട്ടങ്ങ് പാടാൻ തുടങ്ങി. ആ ബൈത്ത് പ്രേമത്തിന്റെ നീണ്ട വരികളായി, അനശ്വര സ്നേഹത്തിന്റെ കവിതകളായിട്ട് അന്തരീക്ഷത്തിലേക്ക് ചിറകടി ചുരിയാൻ തുടങ്ങിയപ്പോൾ, പ്രേമം സ്ഫുരിക്കുന്ന ബൈത്ത് ചൊല്ലിയപ്പോ ഉമർ ഖാദിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് സ്നേഹത്തിന്റെ ബാഷ്പകണങ്ങൾ ഉറ്റിവീഴാൻ തുടങ്ങിയപ്പോൾ, ആ ബാഷ്പകണങ്ങളെ കവിതയാക്കി മാറ്റിയിട്ട് അതും പ്രവാചക പ്രേമം ചാലിട്ടൊഴുകുന്നതാക്കി കബറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, മജഫദം ഉൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജിരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്റെ കണ്ടടങ്ങളിലൂടെ കണ്ണുനീർ ചാരിട്ടൊഴുകുന്നത് മലബാറിലെ ഭാര്യയോർത്തുകൊണ്ടല്ല, മക്കളെ ചിന്തിച്ചുകൊണ്ടല്ല, അവിടുത്തെ പ്രേമം കൊണ്ടാണ് നബിയെ. അതുകൊണ്ടുള്ളിൽ കണ്ടേ പറ്റൂ. മൗലിദങ്ങ് തുറന്നു വന്നപ്പോ റൗലയുടെ ഇരുമ്പ് കൊണ്ട് പൂട്ടിയിട്ട പൂട്ടങ്ങ് പൊട്ടി ഉമർ ഖാദി ഉള്ളിലേക്ക് കടന്നുപോയി. ആര് പറഞ്ഞു മരിച്ചവരെ കൊണ്ട് സഹായം കിട്ടില്ലെന്ന്? അത് ഇബ്നു തൈമിയ്യയുടെ വാദമാണ്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാദമാണ്, വഹാബിസത്തിന്റെ ചീഞ്ഞളിഞ്ഞ വാദമാണ്. അത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാർ സിയോർത്തോടും പഠിപ്പിച്ച തന്ത്രമാണ്. ഓ, തന്ത്രം തന്നെയാണ് തബ്ലീഗ് ജമാഅത്തും പയറ്റുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് 965 ചോദ്യം വന്നപ്പോ സമസ്ത തീരുമാനിച്ച തീരുമാനത്തിൽ പറഞ്ഞു, തബ്ലീഗ് പഴച്ചത് തന്നെ. ഇത് ഞാൻ വായിക്കുന്നില്ല. സമസ്തയുടെ 60ാം വാർഷിക സൗദിയിലാണ് എന്റെ കയ്യിലുള്ളത്. വ്യക്തമായ വീഴ്ച കൂടിയ അടിസ്ഥാനത്തിൽ ആദ്യം പഠിക്കാൻ തീരുമാനിച്ചതും പിന്നെ പഠിച്ച ശേഷം ഫത്വ പുറപ്പെടുവിച്ചതും ആധികാരികമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിലോ പറയുന്നത് തബ്ലീഗിന്റെ തീരുമാനത്തിന്റെ യോഗത്തിൽ അധ്യക്ഷൻ കണ്ണിയത്ത് ഉസ്താദാണ്, സെക്രട്ടറി കെ ഉസ്താദാണ്, പഠന കമ്മിറ്റിയിലുള്ള ഉള്ളാൾ തങ്ങളാണ്, അതേപോലെ പണ്ഡിതന്മാർ കോട്ടുമറി ഉസ്താദും പോലെയുള്ള പണ്ഡിതന്മാരാണ്. പക്ഷേ ആ തീരുമാനം പാസാക്കിയപ്പോൾ അധ്യക്ഷന് വേണ്ടി ഒപ്പുവെക്കുന്നത് ബഹുമാനപ്പെട്ട വണ്ടൂർ ഉസ്താദ് കെ സ്വതക്കത്തുള്ള മുസ്ലിയാരാണ്. പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടാണ് സംസ്ഥാന കേരളം ജമിയത്തുമാന പണ്ഡിതനുണ്ടാക്കി അദ്ദേഹം പുറത്തുപോയത്. ചുരുക്കി പറയട്ടെ, കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോ വീണ്ടും തർക്കം വന്നു. തെബീഗ് തീരുമാനങ്ങളൊന്നും അറിയാത്ത ചില ആളുകൾ തെബീഗുകാർക്ക് പള്ളിയിൽ അനുവാദം കൊടുത്തപ്പോ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് പ്രശ്നമുണ്ടായി. ആ പ്രശ്ന സമയത്ത് 81 ഫത്വ കമ്മിറ്റിക്ക് ഒരു കത്തെഴുതി. അന്ന് സമസ്ത ഭിന്നിച്ചിട്ടില്ല, APEK ഗ്രൂപ്പായിട്ടില്ല. അന്ന് ഫത്വ കമ്മിറ്റി കൊടുത്ത ഫത്വയാണ് എന്റെ കയ്യിലുള്ളത്. AK ഹുസൈൻ നാജി സെക്രട്ടറി സാനുസുൻ സംഘം പുള്ളിക്കാപ്പറമ്പ് ചെറുവാടി BO വഴിമാവൂര് മാഞ്ഞരെ തബ്ലീഗ് ജമാഅത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായ പാർട്ടിയാണെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളും മറ്റും പഠിച്ച ശേഷം സമസ്ത മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആകയാൽ നമ്മുടെ പള്ളികൾ അവർക്ക് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാവതല്ല. ഇത് 81 അവിഭക്ത സമസ്ത കൊടുത്തതാണ്. ജമിയത്തുൽ ഉലമയുടെ അതേ ഫത്വ അന്തമാനിലെ ജമിയത്തുൽ മുഅല്ലിമീൻ അവരെടുത്തുകൊണ്ട് പിന്നീട് വിശദീകരിച്ചതാണ്. എല്ലാറ്റിനും പുറമെ കണ്ടോളൂ നിങ്ങൾ. ഇത് ഒരു APEK പ്രശ്നമല്ലെന്ന് പറയാൻ ഞാൻ പറയട്ടെ. സംശുള്ള വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹം ഇറക്കിയ സൗദീറാണിത്. സംശുൽ ഉലമ വ്യക്തിത്വവും വീക്ഷണവും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ആ പുസ്തകത്തിൽ സംശയമെന്ന മഹത്വமான കൂട്ടത്തിൽ പറയുന്നുണ്ട്, തബ്ലീഗ് ജമാഅത്ത് ബിദ്ഈ സംഘടന എന്ന ഹെഡിങ്ങിൽ പറയുന്നു. സംശയമുള്ളടക്കമുള്ള നിരന്തര പണ്ഡിതന്മാർ നിശ്ചിതമായി എതിർത്തതാണ് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്ത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നാട്ടികവി മൂസമൗലവി, നമുക്കറിയാം സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്, നന്നായിട്ട് നമ്മുടെ കശക്കിയിരുന്ന ആളാണ്, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം
SKSSFന്റെ പത്രമാണ് സത്യധാര. ആ സത്യധാര എഴുതിയ ലേഖനമാണ് തബ്ലീഗ് ജമാഅത്തിനെ തിരിച്ചറിയുക. 19ഓളം വരുന്ന കാരണങ്ങൾ ധരിച്ചുകൊണ്ട് പറയുന്നു തബ്ലീഗ് ജമാഅത്ത് പിഴച്ചത് തന്നെ. ഇനിയോ ഈ കടിച്ച പുസ്തകം ഇതേതാണ്, ഇത് പിന്നെ പുറത്തിറക്കി തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തനിച്ച വഹാബി ആശയം തന്നെയാണ് എന്ന് തുറന്ന് പ്രതിപാദിക്കുന്നു. ഒരൊറ്റ വരി ഞാൻ വായിക്കാം. നിഷ്പക്ഷ വീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ നിരവധി അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തനതായ ആശയങ്ങൾ വ്രണപ്പെടുത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇബ്നു തൈമിയ്യയുടെ കാലം മുതൽ തുടങ്ങിയ ഈ പ്രവണത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നജ്ദിലൂടെ ലോകത്ത് പ്രചരിപ്പിച്ചു. നജ്ദിയുടെ വികരാശയങ്ങളിൽ പല വിഭാഗങ്ങളും പിൻപറ്റുകയും അവയുടെ പ്രചാരണം ഏറ്റെടുക്കുകയും ചെയ്തു. അത്തരം ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ പുസ്തകം ആരുടേതാണ്? കേട്ടോളൂ. വഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി. അതെ, വഹാബുദ്ദീൻ നദ്വി എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നു തബ്ലീഗ് പിഴച്ചതാ. ചില സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് ഉപയോഗപ്പെടുത്തിയിട്ട് പിടിച്ചു കയറാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ കള്ളുകുടിയന്മാരെയോ പെണ്ണുപിടിയന്മാരെയോ നന്നാക്കിയതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മഹല്ലുകളിലേക്ക് കയറുന്നത് എങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കള്ള് കുടിക്കുന്ന ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് കള്ള് നിർത്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിലേറെ ക്രെഡിറ്റ് ഇവിടെ പറയാൻ കഴിയും ബഹുമാനപ്പെട്ട ഖമറുലുലമാ കാന്തപുരം ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട താജുലുലമ ഉള്ളാട്ടങ്ങളുടെയും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുവാനാകട്ടെ. അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SYS-ഉം SSF-ഉം നിരവധി സമരങ്ങൾ നടത്തിയ കാരണത്താൽ 1-2 ആളുകളെ കള്ളുകുടി നിർത്താനല്ല, അതേസമയം പാടെ നിരോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാൽപരാഗ വിരോധത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും എൻഡോസൾഫാനെതിരെ കണ്ടില്ലേ നിങ്ങൾ? നല്ല സമരം നടത്തിയില്ലേ? അതുപോലെ തന്നെ അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലേ? പ്രമേയം പാസാക്കിയില്ലേ? അങ്ങനെ കള്ളുകുടിയന്മാരെ ഒരു ഭാഗത്ത് അതിന്റെ ദൂഷ്യവശങ്ങൾ LCD ഇട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തു. ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് ബസ് സ്റ്റാൻഡുകൾ തോറും ഈ സംഘടന പ്രവർത്തനം നടത്തി. അങ്ങനെ കള്ളുകുടിയനെ മാറ്റുകയല്ല, കള്ളുകുടിയന്മാരുണ്ടാകാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതെയാക്കാൻ ഈ സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമക്കും അക്രമത്തിനും അക്രമരാഷ്ട്രീയത്തിനും വേണ്ടാത്തരങ്ങൾക്കും മതപ്പതിക്കുമായ വിദ്യാർത്ഥികളിലേക്കാണ് SSF കടന്നു ചെന്നുകൊണ്ട് ആത്മീയ ഭൗതിക സമന്വയം നടത്തിയിട്ട് MBBS ഡോക്ടറാകാൻ പഠിക്കുന്നവന്റെ തലയിൽ തൊപ്പിവെച്ചു കൊടുത്തത്, RIC-യിൽ പഠിക്കുന്ന എഞ്ചിന് വിദ്യാർത്ഥിയുടെ മുഖത്ത് താടി വെച്ചു കൊടുത്തത്, വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അണിനിരത്തിയിട്ട് ദിക്റുകൾ നടത്തിയത്, അൽഹംദുലില്ലാ സിയാറത്ത് ആൻഡ് സ്റ്റഡി ടൂറുകൾ നടത്തിയിട്ട് ഈ രാജ്യത്തെ തെറ്റിലേക്ക് പോകുന്ന ഒരു നല്ല യുവ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കള്ളുകുടിയെ നന്നാക്കിയതൊരു പ്രശ്നമാക്കണ്ട. ഏതെങ്കിലും തെറ്റി നിർത്തുമ്പോൾ കണ്ടോ തബ്ലീഗ് നല്ലതാണ് പറയണ്ട. ഏത് തിരുത്തിയാലും നല്ല വേഷം ധരിച്ചാലും കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള പിഴച്ചാശയത്തിലേക്കാണെന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നല്ല രീതിയിൽ അവരെ പറഞ്ഞുപദേശിച്ച് മോനെ നീ തബ്ലീഗിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് അവരെ തടുത്തു നിർത്തിയിട്ട് നമ്മുടെ പഴയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിലൂടെ ഉമർ ഖാദി കാണിച്ചു തന്ന, മമ്പറം തങ്ങൾ കാണിച്ചു തന്ന, കുണ്ടൂർ ഉസ്താദ് കാണിച്ചു തന്ന, മഖ്തൂമാർ കാണിച്ചു തന്ന ആ സുന്ദരമായ ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാണ്ഡാവിലൂടെ ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് അവര് പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകാം. അല്ലാഹു ജല്ല ജലാൽ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.